ചിന്തിക്കണേ ചെറുപ്പക്കാരാ. എനിക്ക് മനുഷ്യത്വം വരവച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണേ ചെറുപ്പക്കാരാ. നിന്നെയൊക്കെ സ്വീകരിക്കാൻ ആ പെൺകുട്ടി മണിയറയിൽപ്പെടുന്ന പാട് നീ ചിന്തിക്കണേ ചെറുപ്പക്കാരാ. നിനക്ക് കല്യാണം കഴിച്ചു തരണോ? നിനക്കാ കല്യാണം ചെയ്യിച്ചത് നീ എന്താ മനസ്സിലാക്കി? നീ ദീനെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി? നിങ്ങൾ കുറച്ച് ആൾക്കാരിങ്ങനെ മഗ്‌രിബും കെട്ടായാൽ ഈ കള്ളും കഞ്ചാവും തമ്മാടിത്തിലേക്ക് നടക്കുക. എന്നിട്ട് സമയത്ത് പെണ്ണിന് കിട്ടിയില്ലെങ്കിൽ മുറവിളി കൂട്ടി. ഇസ്ലാമിനൊരു ബേസ് ഉണ്ട്, അത് തകർക്കരുത്. കള്ള കുടിച്ച് കലങ്ങിയ തലച്ചോറുള്ള നിനക്ക് പെണ്ണിനെ പോറ്റാൻ കഴിയുമോ? കഞ്ചാവ് ഒഴിച്ച് പരിചയമുള്ള നിനക്ക് നിന്റെ നരമ്പിന്റെ ഒക്കെ ക്ഷതമേറ്റ് അന്ധത ബാധിച്ച നിനക്ക് കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് നീ മാറും. കാരണം ലഹരി നിന്നെ അവിടെ എത്തിക്കും. നിനക്ക് കല്യാണം കഴിച്ചു തരും. കള്ളും കഞ്ചാവും അടിച്ചു കുടിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട നിനക്ക് ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ നിനക്ക് സമ്മാനമായിട്ട് തരികയോ? ചിരിക്കണേ. അതുകൊണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് ഈ ചീഞ്ഞ സ്വഭാവങ്ങളിൽ രാജിവെക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം കള്ളുടിയനെ ഖബർ കൊണ്ടേറ്റ് കിടത്തിയാൽ ആളുകൾ തിരിച്ചു പോകുമ്പോഴേക്ക് മലക്കുകൾ വന്നിട്ട് അവന്റെ മുഖം ഖിബലയെ തൊട്ട് തെറ്റിച്ചിട്ട് കിടത്തുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാമീം പറയാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഇന്ന് ആളുകളെ തിരിച്ചറിയണില്ല. നീ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിട്ട് വേള് പറയുമ്പോൾ ഉദ്ഘാടനം ചെയ്ത ആളുകൾക്ക് ഈ പണിയുള്ള ആളായിരിക്കും. എത്ര അനുഭവങ്ങളുണ്ട്. ഈടെ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ ഞാൻ പോയി ഇറങ്ങിയപ്പോ എന്നെ കെട്ടിപ്പിടിക്കാനും വീട്ടിൽ കൊണ്ടുപോകാനും ഭക്ഷണം തരാനും ഫാന്റെ ചോട്ടിരിക്കണ എന്നെ ഉസ്താദങ്ങളാണ് ആ വേർക്കണ എസിന്റെ അവിടേക്ക് ഇരുന്നോളി എന്നിട്ട് അങ്ങോട്ട് കൊണ്ടിരുത്താനും അത് കഴിഞ്ഞ് സ്റ്റേജിക്ക് തെക്കുപുരലി കയറ്റാനും അതൊക്കെ കഴിഞ്ഞിട്ട് സ്വാഗതം പറയാനും വെളുവെളുത്തൊരു മനുഷ്യൻ, നല്ല കുപ്പായിട്ടൊരു തൊപ്പിയിട്ടൊരു മനുഷ്യൻ. 25 മിനിറ്റ് അയാൾ സ്വാഗതം പ്രസംഗം നടത്തി അതിൽ 6-7 ആയത്ത് ഉദ്ധരിച്ച്. എനിക്ക് തോന്നി പഠിച്ചോനെ ഈ നാട്ടിൽ ഇയാളെക്കാൾ മുന്തിയൊരു മനുഷ്യൻ ഇനി മശിട്ട് തപ്പിയാൽ കാണൂല. എനിക്കിങ്ങനെ തോന്നി അയാൾ ആ കയ്യിന്റെ നെഞ്ഞത്തിങ്ങനെ തടവിച്ച് ദോരക്കനട്ടോ എന്ന് പോകുമ്പോൾ പറയണം. അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഹുദവിന്റെ ചവിട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങള് വിഷയം നോക്കണ്ടാൽ പലിശക്കെതിരെ നന്നായിട്ട് പറയണം. ഞാൻ ചോദിച്ചു എന്തെന്ന് വെച്ചു. ആ സ്വാഗതം പറഞ്ഞ ആളാണ് ഇവിടെ പലിശക്കാരൻ. ഇതൊക്കെ നടത്തി അത് ചിന്തിക്കും. അപ്പൊ ഞാൻ കുടുങ്ങി. അതെന്നെ ആൾക്ക് പണിയെന്നാ പറഞ്ഞത്, വേറൊരു പണിയില്ല. അയാളാണിപ്പോ 6-7 ആയത്ത് ഉദ്ധരിച്ചിട്ട് മാസ്റ്ററിന്റെ ഗാംഭീര്യമൊക്കെ പറഞ്ഞിട്ട് വാഴ്ന്നു പറഞ്ഞു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ 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 ചിന്തിക്കണേ. ഒരു സ്ഥലത്ത് പോയപ്പോഴേ കമ്മിറ്റിക്കാരൊക്കെ കണ്ട് സെക്രട്ടറിനെ കാണാനില്ല. അവർ ചോദിച്ച പോലെ ആ ചോദിക്കരുത്. അപ്പൊ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. മരിച്ചിക്കണെന്ന് വിചാരിച്ചു നമ്മള് മരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ആ ചോദിക്കരുത്. എന്നാ കബറ് വിശാലായിക്കൂടെ മരിച്ചിട്ടില്ല. ഒന്നിനും സമ്മതിക്കണില്ല. എന്താന്നൊരു കുറ്റം കിട്ടിയില്ല. അവസാനം ഒന്നും അത് ചോദിക്കരുത് എന്നാണ്. പിന്നെ പോകുമ്പോ ഒരാൾ കാണിച്ചെന്ന് സെക്രട്ടറിയാണ് നിങ്ങൾ ചോദിച്ച ആളാണായിരിക്കുന്നത്. നോക്കുമ്പോ കള്ളുടിച്ചിരിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന ആടാണ്. ഇയാളൊക്കെ മഹലിന് സെക്രട്ടറി ആക്കാന്ന് വെച്ച് പറഞ്ഞു. അയാളെ സെക്രട്ടറി ആക്കിയാൽ വലിയ പിത്തന ഒഴിഞ്ഞിട്ടും. കാരണം മൂപ്പര് പിന്നെ സെക്രട്ടറി സ്ഥാനത്ത് പിന്നെ ഉള്ള ആളെ കുതിര കയറാനും മഹലിൽ കച്ചറ ഉണ്ടാക്കാനും ആ നിലയിൽ വരില്ല. അപ്പൊ അതുകൊണ്ടുള്ള പിത്തന എഴുതാൻ വേണ്ടി പിടിച്ചിരുത്തിയതാണ്. അതാണ് ഉക്രിമ റജുൽ മഹാഫത്ത ശല്യ എന്നാണ്. മനുഷ്യന്മാരെ ബഹുമാനിക്കുക ഷെറ് പേടിച്ചിട്ട്. മുഹമ്മദ് മുസ്തഫ ആള് നിസ്കരിക്കില്ല, പള്ളിയേറ്റ് ബന്ധമില്ല, പാവങ്ങളെ സഹായിക്കില്ല, പൈസ ഇറക്കില്ല, വേറെ വിഷയമല്ല. പക്ഷെ മൂപ്പരങ്ങനെ ഷെറ് പേടിച്ചിട്ട് മൂപ്പരങ്ങനെ ജാക്കറ്റ് പൊന്തിച്ച് കൊണ്ടിറക്കുക. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനൊരു സ്ഥലത്ത് വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനൊരു ചരിത്രം പറയാം. ചരിത്രം പറയുമ്പോൾ ഞാൻ കണ്ണടക്കും. അപ്പോ കണ്ണടച്ചിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോ എല്ലാരും കൂടി നീച്ചിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, പാണക്കാട് തങ്ങന്മാരാരെയും വരണ്ടെന്ന് വിചാരിച്ചാല് അങ്ങനെ ആൾക്കാർ ബഹുമാനിച്ച് നീക്കി. ഞാൻ തക്ബീറല്ല പുറപ്പെടില്ല. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ചു. അത് ദജ്ജാൽ അബ്ദുറഹ്മാൻ വരുന്നുണ്ട്. ദജ്ജാൽ അബ്ദുറഹ്മാൻ. ഞാൻ ചോദിച്ചു ഏതാന്ന് വെച്ചു. അപ്പോണ്ട് ഒരു ചെങ്ങായി ഇങ്ങനെ ഒരു വടിയൊക്കെ പിടിച്ചത് ഇങ്ങനെ വരുന്നു. അവന്റെ വയറൊക്കെ അങ്ങനെ കണ്ടാല് പഴയ പള്ളിന് മെഹ്റാബിന്റെ വലിപ്പുണ്ട്. മീശൊക്കെ ഇങ്ങനെ വീരപ്പന്റെ മീശയാണ്. ഓൻ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഹൈവേ റോട്ടിൽ പൊന്തിക്കണ തവളന്റെ മാതിരി ഇങ്ങനെ നോക്കുന്നത്. ഇവനെ കണ്ടിട്ടപ്പോ എല്ലാരും കൊണ്ടിരിച്ചത്
കാരണം എന്താ, ഓ മഹാപോക്കിരിയാണ്. ഓനെ കണ്ടിട്ട് ആരെങ്കിലും ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പിന്നെ വെച്ചിട്ട് മളുക്കും കുടിച്ചിട്ട്. അപ്പൊ എല്ലാവരും കൂടിയാണ് നീച്ചിക്കുക. ദജ്ജാലത്രാണ്, വേറെന്നെ ദജ്ജാലത്രാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അങ്ങനെ തന്നെ ദീനിന്റെ ശാസ്ത്രക്ക് എഴുതി തരണമെന്ന്. നാളെ സ്ഥലത്ത് പോയപ്പോ ഒരാള് ലേലം വിളിക്കാണ്, ശൈത്താൻകുടി സൈതലവി 500 രൂപ. നമ്മളെ മുമ്പ് നോക്കി ഇതൊക്കെ പറയണേ ശൈത്താൻകുടി സൈതലവി. ഞാൻ ചോദിച്ചാ എന്താ അയാളെ ഇനീഷ്യലാന്ന് വെച്ചു. ഇനീഷ്യല് വേറെ, പക്ഷെ അയാള് ഏറ്റവും വലിയ ശൈത്താൻ. അപ്പൊ എല്ലാവരും കൂടി ആണ് ഇട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ അയാളെ കുടുംബ പേരൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ വെച്ചു മൂപ്പർക്ക് ഇഷ്ടം ഉണ്ടാവോ? അയാൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. വേറൊന്നും വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട പെങ്ങന്മാരെ ചിന്തിക്കണേ, പെങ്ങന്മാരെ ചിന്തിക്കണേ. എന്നാൽ ചില പെങ്ങന്മാരെ കണ്ടത് അവരുടെ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കുകയാണ്. ഇവരാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് മുടി കാണിച്ചു ഇറങ്ങിയ അങ്ങയുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങളാണ് നബിയേ എന്നോട് ജിബ്രീൽ പറഞ്ഞു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് പെങ്ങന്മാർക്ക് മാത്രമല്ല, ഒരു സ്ഥലത്തുണ്ട് കുറച്ചാളുകൾ ഇരുന്നിട്ട് മഹാവല്ല ചിന്തിക്കണേ. കുറച്ചാളുകൾ ഇരുന്നിട്ട് കൂർത്തമൂർത്ത കരിങ്കല്ലിന്റെ പാറ കഷ്ണങ്ങളെ കൊണ്ട് സ്വന്തം തല വിധിച്ച് പൊതിക്കുകയാണ്. അല്ലാഹുവേ, സ്വന്തം തല കൂർത്തമൂർത്ത പാറ കൊണ്ട് ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കിയിട്ട് പിന്നെയും ആ തല പൂർവ്വസ്ഥിതിയിലാകുമ്പോ പിന്നെയും അതാ കല്ലുകൊണ്ട് ഇടിച്ച് പൊളിക്കുകയാണ്. പിന്നെയും പൂർവ്വസ്ഥിതിയിലാവുകയാണ്. പിന്നെയും കല്ലുകൊണ്ടിടിച്ച് പൊളിക്കുകയാണ്. പിന്നെയും പൂർവ്വസ്ഥിതിയിലാവുകയാണ്. ഇവരാരാണ്? ജിബ്രീൽ നബിയേ, അങ്ങയുടെ ഉമ്മത്തില് 5 വഖത്ത് നിസ്കരിക്കാത്തവരാ എന്നോട് ജിബ്രീൽ പറഞ്ഞു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സലാത്ത് മുഹമ്മദ് മുസ്തഫ. ഗൾഫിലുള്ളവരും കേൾക്കുന്നുണ്ടാകും ഇത്, നാട്ടിലുള്ളവരും കേൾക്കുന്നുണ്ടാകും. എനിക്ക് ഒരു 5 മിനിറ്റ് ഒരു കാര്യം അല്ല 2 കാര്യം ഗൗരവത്തിൽ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, ചില സ്ഥലത്ത് പോയാൽ ചിലർ വാല് സംഘടിപ്പിക്കാനും ഭക്ഷണം തരാനും ഒക്കെ ഉഷാറാണ്, പക്ഷെ നിസ്കരിക്കാൻ മോശമാണ്. ഈടെ അടുത്തൊരു സ്ഥലത്ത് വാലിനെപ്പോ 8-9 ആളുകളാണ് എന്നെ സ്റ്റേഷനിലേക്ക് വന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സ്റ്റേഷൻ ഞാൻ പറയാത്തത് ആ നാട്ടുകാർ കേൾക്കുന്നുണ്ടാവുന്നതുകൊണ്ടാണ്. വണ്ടിയിലിരുന്നപ്പോ എന്നോട് നേതൃത്വം ഒരു കാരണവർ എന്നോട് പറഞ്ഞു, 6-7 ചെറുപ്പക്കാരുണ്ട് ഈ വണ്ടിയിൽ ഉസ്താദ്. ഇവരാ ഞങ്ങളെ നാട്ടിലെ മുത്തുമണിയാണ്. അവർ മുത്തുകളാണ്. അവരെ കൊണ്ടാണ് ദീനിന്റെ എല്ലാ സേവനങ്ങളും. അവർ ഞങ്ങളുടെ നാട്ടിലെ സുഗന്ധമുള്ള പൂക്കളാണ്. അതുകൊണ്ട് അങ്ങനെ കുറെ ഡയലോഗ്സ് അടിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ സ്റ്റേജിൽ നിന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ മുത്തുകളാണ്. അപ്പൊ ഞാൻ വണ്ടി കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോ അവിടുന്ന് പിന്നെ 10-7 കിലോമീറ്റർ പിന്നെയും പോകണം. ഈ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ അല്ല, പിന്നെ ഏത് ജില്ലയിൽ ഞാൻ പറയാം. അപ്പൊ അവിടുന്ന് ഒരുപാട് പോണം. അപ്പൊ പോണ വഴിയിൽ ഞാൻ മഗ്‌രിബ് ഇശയൊക്കെ സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളിനെ ജമ്മുവും കസറും ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ മുത്തുകളുണ്ടല്ലോ അവരോട് വെച്ചു, നിങ്ങളിപ്പോ എവിടുന്ന മഗ്‌രിബ് സ്കെച്ച് വെച്ചു. അപ്പൊ 9 ആളും പറഞ്ഞ സ്കെച്ചില്ല. ഇവരാണിപ്പോ മുത്തുകൾ. ഇവരെ കൊണ്ടാണ് ഇപ്പൊ ദീൻ അവിടെ നടക്കുന്നത്. ദീനില്ലാത്തവരെ കൊണ്ട്. എന്താ ഈ മുത്തുകൾ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം? നമ്മൾ പറയില്ലേ മത്തികളെന്ന്? അതന്നെ. എന്താ ഈ നല്ല മത്തിയാണ്. കാരണം ചട്ടിയിൽ എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഇങ്ങനെ എരിവുരി കൊള്ളുന്ന സമയത്ത് മത്തിയാണ്ട് ഇറക്കി കൊടുത്താൽ പൊരിഞ്ഞു കൊണ്ട് കിട്ടും. എന്നതുപോലെ നരകം ഇങ്ങനെ കത്തുമ്പോൾ ഓരോന്നിന് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു കൊണ്ട് കിട്ടും. അതന്നെ. അല്ലാതെ എന്താ ഈ മുത്തുകൾക്കർത്ഥം? നിസ്കരിക്കാത്ത എങ്ങനെ ഈ മുത്താക? എന്താ ചെറുപ്പക്കാരാ, മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറാ. മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ പച്ച കാഫിറാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ. മിറാജ് സംഭവിച്ച മാസമാണ്. ഇത് പറയാതിരിക്കാൻ പറ്റൂല. എന്നെ നിസ്കാരം സമ്മാനായിട്ട് കൊടുത്തത് മിറാജിന്റെ രാത്രിയിലാ. മുസ്തഫ നബിക്ക് ഹജ്ജ് ഇങ്ങോട്ട് കൊടുത്തയച്ചതാ, ജക്കാത്ത് ഇങ്ങോട്ട് കൊടുത്തയച്ചതാ, റമളാൻ നോമ്പിനെ കുറിച്ചുള്ള സന്ദേശം ഇങ്ങോട്ട് കൊടുത്തയച്ചതാ. എല്ലാം ഇങ്ങോട്ട് കൊടുത്തയക്കുമ്പോൾ നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോ കൊടുത്തയച്ചില്ല, അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. സമാനത്തിന്റെ ഗൗരവമാണത്. ഒരു പ്രധാനപ്പെട്ട വിഷയം കൊടുക്കുമ്പോൾ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുക ചെയ്യാ. നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോ ഇങ്ങോട്ട് കൊടുത്തയച്ചില്ല, ആൾ അങ്ങോട്ട് വിളിച്ചു വരുത്തി.
അല്ലേ? അങ്ങോട്ട് വിളിച്ചു വരുത്തി. وسريت ليلا لا يزال بهيما فوق البراق مسرجا مزموما ترقى يساير كاليمين نديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما. ഒരു രാത്രിയിൽ ബൂറാക്കിലായി മുന്നേറിയ സഹയാത്രികൾ ജിബ്രീലദാസവാസിയെ അംലാക്കുകൾ അമ്പിയാക്കളും മണി നിന്നെ ആകാശലോകം കണ്ട് പൂമാൻ വന്നേ. إذا إلى كل سماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ആരാത്രിയിൽ ഇമാമത്തോ വഹിച്ചെന്ന് മഅ്മൂമുകൾ അമ്പിയാക്കളും മണി നിന്നേ. അവർക്കുള്ളുമേ മർഹബ പാടിയെന്ന് തിരുമുസ്തഫയിൽ ആദരങ്ങൾ നേർന്നേ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആ പരിശുദ്ധമായ അധികാരത്തിന്റെ ഔന്നത്യ പട്ടം കെട്ടപ്പെട്ട പവിത്രമായ രാത്രിയില്ലേ അല്ലാഹുവിന്റെ റസൂൽ കാണുക. ചില ആളുകൾ അവരുടെ തല തീർത്ഥമൂർത്ത മൂർച്ചയുള്ള കരിങ്കൽ ചീലകളെ കൊണ്ട് കുത്തിപ്പൊട്ടിക്കുകയാണ്. ആരാണവരെന്നറിയോ? ഈ ഉമ്മത്തിൽ നിസ്കാരം കൊണ്ട് കളിക്കുന്നവരാ. പന്തുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നിസ്കരിക്കാത്ത കുട്ടികളെ കല്യാണ സൽക്കാരത്തിൽ പോയപ്പോൾ നൂറും മസവും കലാക്കിയ ഉമ്മ, മഗ്രിബ് കലാക്കിയ പെങ്ങളെ, സുബഹിക്ക് കടന്നിറങ്ങിയിട്ട് സൂര്യനുദിച്ചിട്ട് ഓട്ടവെയിലേക്ക് ശരീരം ചൂടാകുമ്പോ ആ വെയിൽ കത്തി ചൂടായാൽ ഉണരുന്ന, എന്നിട്ട് നാസ്ത കഴിച്ചുകൊണ്ട് സുബഹി കലാവൂട്ടാൻ പോലും മനസ്സില്ലാതെ പണിക്കിറങ്ങുന്ന ചെറുപ്പക്കാരാ, ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവറെ, കൂലിപ്പണിക്കാരെ, കൃഷിക്കാരെ, കച്ചവടക്കാരെ, നാളെ തല തല്ലിപ്പൊളിക്കുന്നത് ഇങ്ങനെയുള്ള സ്വഭാവക്കാരാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറയാം, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചില നിസ്കരിക്കുന്ന ആൾക്കാർക്ക് കല്യാണം വന്നാൽ നിസ്കാരമില്ല. കല്യാണം കിട്ടി വന്നാ ഒരു തടസ്സമില്ലെങ്കിൽ നിസ്കരിക്കൽ ഒരു പണി. കല്യാണം ഉണ്ടാകാൻ പാടില്ല, തലവേദന ഉണ്ടാകാൻ പാടില്ല, പനി ഉണ്ടാകാൻ പാടില്ല, കുടിക്കൽ ഉണ്ടാകാൻ പാടില്ല, ഗൾഫ് പോക്ക് ഉണ്ടാകാൻ പാടില്ല, മരണം ഉണ്ടാകാൻ പാടില്ല. നാള് ളുഹുർ അസർ മാരിബൊക്കെ കൂടിന്റെ പള്ളിയിൽ എന്നിട്ട് ഒന്ന് രണ്ട് ആൾക്ക് കലാ കിട്ടും. ചോദിച്ചപ്പോ പറഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കാൻ കൂടിയോണ്ട് കലായി പോയതാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ കൂടിയപ്പോ നിസ്കാരം കലായി. മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ പങ്കെടുത്ത നേരത്തെ കലാ നിസ്കാരം കലാ കൂട്ടുക വേണ്ടത്. ഇതുള്ളത് കലാക്കുക. കാരണം എന്താ? ബോധം കിട്ടി നഷ്ടപ്പെട്ടു. നമുക്ക് നാളെ വരുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തിനൊക്കെ കേട്ടാൽ പേടി, ഖബറ് കേട്ട സംഗതി എങ്ങനെയാലും പേടി. ഇപ്പൊ എന്ത് ദജ്ജാലോ അതൊക്കെ വരുമ്പോ നോക്കാന്ന്, അസറായിലോ അതൊക്കെ വരുമ്പോ വരുന്നോടത്ത് വെറ്റേന്ന്, ഖബറോ അതൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. മൂന്നാം ദിവസം ഒന്നും അതിന് നീച്ചു വരാൻ തോന്നൂല, അവിടുത്തെ കിടക്കാൻ തോന്നും. എവിടെ ഉണ്ടല്ലോ ചേലാകാനൊരു ബുദ്ധിമുട്ട്. പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ മക്കൾ കിടക്കാം എന്ന് പറഞ്ഞു ഒരാള് മലപ്പുറം ജില്ലയില്. പക്ഷെ ആളിന്ന് ഖബറിന്റെ അടിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കട്ടെ. ഒരാളെ എന്നോട് പറഞ്ഞതാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞു. ആള് സംഗതി തമാശ പറഞ്ഞാണ്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്. സംഗതി ആള് തമാശ പറഞ്ഞാണ്, നിഷേധിയല്ല. എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അയാൾക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞിങ്ങനെ ബേജാറൊക്കെ. എന്താ ഉസ്താദങ്ങൾ പറയണേ, എവിടെ നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവരാണ് ഇങ്ങാറ്. പിന്നെ അങ്ങോട്ട് അതേറ്റങ്ങോട്ട് ചേലായാൽ ഇടപെട്ട പിന്നെ ഒക്കെ ഒരു പ്രശ്നമില്ലാതായല്ലേ. ആ ഖബർ കൊണ്ടുവച്ച സംഗതി ഒറ്റക്ക് തന്നെയാണ്, സംഗതി മേലെ കല്ലെന്നെയാണ്. എന്നാലും ഒരു 2-3 ദിവസം ഒരു പ്രശ്നം ഉണ്ടാവും. അതൊക്കെ കണ്ട് ഇടവഴി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഖബറൊന്നും നീച്ചേരാൻ തോന്നില്ല എന്ന് പറഞ്ഞു. അയാളാണ് ചിരിച്ചു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം അയാൾ അറ്റാക്ക് കുടിച്ച് മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കട്ടെ. ചിലർക്ക് ഖബർ കിടക്കുമ്പോ അങ്ങനെ തന്നെ കേട്ടോ, നീച്ചേരാൻ തോന്നുന്നില്ല. ഖബർ കിടക്കാൻ നീച്ചിന് പേടിക്കൊന്നും വേണ്ട. അങ്ങനെ തോന്നാത്ത ഖബർ സന്തോഷാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. സംഗതി കുടുംബമില്ല, കൂട്ടവരില്ല, വീട്ടുകാരില്ല, പാർട്ടിക്കാരില്ല, നിശാ ക്ലബിൽ തുള്ളിയവരില്ല, ഒന്നുമില്ല. എന്നാൽ അതിനൊക്കെ തോപ ചെയ്ത് രാജിച്ചിട്ട് ഒരു ചെറുപ്പക്കാരെ ഈമാനോടെ ഇങ്ങനെ നടക്കുമ്പോ
അങ്ങനെ ഈമാനോട് അങ്ങനെ മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മരിച്ച ചെറുപ്പക്കാരുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ആനുകാലികമായ ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇപ്പോൾ നേരത്തെ സംഭവിച്ചൊരു ചരിത്രം ആദ്യം പറയാം. ചെറുപ്പക്കാരാ കേട്ടോ, ബഹുമാനപ്പെട്ട അബൂ യസീദ് വളരെ തമ്മാടിയാണ്, കൊലയാളിയായിരുന്നു, തമ്മാടിയായിരുന്നു, ആഡംബര പ്രേമിയായിരുന്നു, സുഗോലപതയുടെ പറുദീസയിൽ ജീവിച്ചവനാ. പട്ടിന്റെ കുപ്പായം ധരിച്ചുകൊണ്ട് സ്വർണ്ണമോതിരവും സ്വർണ്ണവളയും ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് സവാരി ചെയ്ത് നിശാ ക്ലബിൽ തുള്ളിയവനാ. പക്ഷേ ഒരിക്കൽ കുതിരപ്പുറത്തുകാരേറ്റ് അഹങ്കാരത്തോടെ പട്ടിന്റെ കുപ്പായം ധരിച്ച് സ്വർണ്ണാഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞ്, അത് അണിയൽ ഹറാമാന്നറിഞ്ഞിട്ടും അഹങ്കാരത്തോടെ അണിഞ്ഞ് നിശാ ക്ലബിൽ തുള്ളാൻ വേണ്ടി പോകുമ്പോ മഹാനായ ശ്രീ സുഫ്തി റളിയല്ലാഹു തആല അൻഹു പ്രസംഗം കേൾക്കുകയാ. അല്ലാഹുവിന്റെ അദാബിന്റെ കടുവെട്ടിയുള്ള വർത്തമാനം പറയുന്ന മഹാനായ സൂഫിയുടെ ആലിമിന്റെ പ്രസംഗമെന്ന് കേട്ടപ്പോൾ നിശാ ക്ലബിലേക്ക് തുള്ളാൻ വേണ്ടി പോകുന്ന അബൂ യസീദ് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ആ വാഴങ്ങ് കേൾക്കുകയാ. അഹങ്കാരിയായി ആഡംബരത്തോഴനായി പുറപ്പെട്ടതാണ്. പക്ഷേ മഹാനായ ഒരു ആലിമിന്റെ വാല് കേട്ടപ്പോ കൽബങ്ങ് മാറുകയാ. നിശാ ക്ലബിലേക്ക് പോകാതെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ദിവസം പട്ടിന്റെ കുപ്പായമില്ല, സ്വർണവളകളില്ല, കുതിരയില്ല. ഈ വാലിന്റെ സദസ്സിൽ മുമ്പിൽ വന്നിരിക്കുകയാണ്. റബ്ബേ, മഹാനവറുകൾ രണ്ടാമത്തെ ദിവസം പറയുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. ആ സ്വർഗത്തിലുള്ള ആഡംബരം, അവിടെയുള്ള വസ്ത്രത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരങ്ങളും പ്രായം കൂടാത്ത പൂർണ്ണങ്ങള്, രോമം മുളക്കാത്ത മക്കള്, അല്ലാഹുവേ ഒറ്റമൊത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരങ്ങളിൽ വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള പൂർണ്ണങ്ങളുമായ രതിക്രിയകൾ സല്ലപിക്കുമ്പോ കൊച്ചുകുട്ടികൾ പാനപാത്രങ്ങളുമായി കയറി വന്നിട്ട് കല്ല് വേണോ, കല്ല് വേണോ, കല്ല് വേണോ, കല്ല് വേണോ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദ് ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ഒന്നാമത ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് സുഫി വാല് പറയുമ്പോ ഇവിടെ എന്റെ പട്ടിന്റെ കുപ്പായം എന്തിനാ? ആകാശത്തിന്റെ അമ്പലിക്ക് മുത്തം കൊടുത്ത് എറിഞ്ഞു നിൽക്കുന്ന മണിമാളികളിൽ കല്ല് പിടിച്ചുകൊണ്ട് ഉല്ലസിക്കുന്നത് എന്തിനാ? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് പോയി കിടക്കാനുള്ള കബറും ആ കബറിൽ വരുന്ന അദാബുമല്ലേ ഇന്നലെ ഞാൻ കേട്ടത്. പക്ഷേ എല്ലാം ചിന്തിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പടച്ചവനെ വണങ്ങി വണങ്ങി ഭക്തിയോടെ ജീവിച്ച് ഈമാനോടെ മരിച്ചാൽ നാളെ കിട്ടുന്ന അറ്റമില്ലാത്ത സ്വർഗമല്ലേ, അനന്തമായ സന്തോഷമല്ലേ. മുത്തഹബീബ് പറഞ്ഞതായി ഞാൻ കേൾക്കുന്നത്, ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുകയാ. ആഡംബരപ്രേമിയായ അബൂ യസീദ് അങ്ങ് തീരുമാനിക്കുകയാ. രണ്ടാമത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാ. മൂന്നാമത്തെ ദിവസം കാറി വരുന്നു. അതാ വാളിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു. അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് മഹാനവറുകൾ പറയുകയാ. എത്രയോ തമ്മാടികളായ വ്യഭിചാരികളും കൊലയാളികളും പടച്ചവന്റെ കാരുണ്യം കേട്ടുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരയുകയാ. കൂട്ടത്തിൽ അബൂ യസീദ് കരയുകയാ. കരഞ്ഞു കരഞ്ഞ് തളർന്നു വീഴുകയാ. വാല് കഴിഞ്ഞിട്ട് അബൂ യസീദ് ശക്തിയുടെ കൈ പിടിച്ച് പൊട്ടുകയാ. ഉസ്താദേ, എനിക്കൊന്ന് ഈമാനോടെ മരിക്കണോ? എന്റെ ജീവിതം വളരെ മോശമാ. എന്റെ ഇന്നലകൾ കറുത്ത അധ്യായങ്ങളാ. എന്റെ മെലിഞ്ഞാല് തമ്മാടിത്തരങ്ങളെ കൊണ്ട് നിറഞ്ഞതാ. ഉസ്താദേ, ഇന്ന് ഞാൻ അല്ലാഹ്ക്ക് വേണ്ടി തൗബ ചെയ്യുകയാ. എനിക്കൊന്ന് ഈമാനോടെ മരിച്ച് നിങ്ങളാ പറഞ്ഞ സ്വർഗത്തിൽ കിടക്കണം ഉസ്താദ്. പക്ഷേ ഞാൻ ചെയ്ത തമ്മാടിത്തരങ്ങൾ കറ്റമില്ല. ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള തമ്മാടിത്തരങ്ങൾ കറ്റമില്ല. അതുകൊണ്ട് അല്ലാഹു എന്നെ സ്വീകരിക്കുമോ? അബൂ യസീദ് എന്ന ചെറുപ്പക്കാരൻ കരഞ്ഞു കരഞ്ഞ് തളർന്ന ശരീരവുമായി നെഞ്ചെടുത്ത് കൊഞ്ചിച്ചോദിച്ചപ്പോ സുഫി നെഞ്ചത്ത് തടവിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട മോനെ,
അത്തായിബു മിനദ്ദംബി മല്ലാ ദംബലാ. തൗബ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടവർ തെറ്റ് ചെയ്യാത്തവനെ പോലെയാ. പിന്നീട് അബൂ യസീദ് കല്ലുകുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, നിശാ ക്ലബിൽ തുള്ളിയിട്ടില്ല, ഏകാന്തതയിൽ റൂമിൽ കഴിയുകയാ. കുറേ ദിവസങ്ങളൊന്ന് കഴിഞ്ഞപ്പോ അബൂ യസീദിന് മരണം പിടിപെടുകയാ. റബ്ബേ, മരിക്കാൻ കിടക്കുമ്പോ അബൂ യസീദ് പൊട്ടിപ്പൊട്ടി ചിരിക്കുകയാ. അബൂ യസീദ് ചിരിക്കുന്നത് ഹൂറില്ലീങ്ങളെ കണ്ടിട്ടാ, അബൂ യസീദ് ചിരിക്കുന്നത് സ്വർഗം കണ്ടിട്ടാ, അബൂ യസീദ് ചിരിക്കുന്നത് പാരത്രിക പാരിതോഷികങ്ങൾ കണ്ടിട്ടാ. അബൂ യസീദ് പുഞ്ചിരിക്കുന്നതിനിടയിൽ മേലോട്ട് കണ്ണുയർത്തിയിട്ട് പറയുന്നു, ഫലിഹാദാ ഫൽഅമലിൽ ആമിലൂ ഫലിഹാദാ ഫൽഅമലിൽ ആമിലൂ. അധ്വാനിക്കുന്നവർ ഇതിനു വേണ്ടി അധ്വാനിക്കട്ടെ, കഷ്ടപ്പെടുന്നവർ ഇതിനു വേണ്ടി കഷ്ടപ്പെടട്ടെ, സേവനം ചെയ്യുന്നവർ ഇതിനു വേണ്ടി സേവനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മേലോട്ട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കലിമ ചൊല്ലി മരിച്ച നേരത്തെ തമ്മാടിയായിരുന്ന അബൂ യസീദ് എന്ന് പറയുന്ന ഈമാനോട് മരിച്ച സ്വാലിഹായ ആ ചെറുപ്പക്കാരന്റെ പട്ടികയില് നമുക്കും പെടണ്ടേ പൊന്നുമോനെ. അതുകൊണ്ട് റജബാണ് ശ്രദ്ധിച്ചേ. റജബെന്ന് പറയുന്നത് കാറ്റാണ്, ശഅബാൻ എന്ന് പറയുന്നത് കാർമേഘമാണ്, റമളാൻ എന്ന് പറയുന്നത് മഴയാ. ഇടയിൽ കുറച്ചു അതൊന്നും കൊണ്ട് തന്നെ കൂട്ടിയിട്ടാ. ഞാൻ അറിയാത്തതുകൊണ്ടല്ല, ഇടയിൽ ഞാൻ പറയേണ്ടതില്ല. ഞാൻ കണ്ണെടുത്താലും ഒക്കെ അറിയും എന്ന് ഉപയോഗിക്കുന്ന ആളാണ്. പറ്റ കുറച്ചും കൂടെ ഇടയിൽ അത് നേരത്തെ മോലം കൊണ്ടാക്കി. അപ്പോ മതി 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 ഇപ്പൊ ശരിയായി. ഇനി ഇതൊക്കെ ഞാൻ അറിയാം. പിന്നെന്താ പറയുക, ഈ ചരിത്രം അങ്ങനെ നിർത്തിയിട്ട് എന്നോട് സംസാരിക്കേണ്ട നിർത്തിയതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ട് ചരിത്രം പറഞ്ഞു തീർത്തത്. അതിന് കാരണങ്ങൾ കൈ കൊണ്ട് കൊണ്ടായില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ കൈ കൊണ്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹ് എന്നെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒന്ന്, ഇതുവരെ പറഞ്ഞതിനേക്കാളും ഗൗരവമുള്ള കാര്യം ഇനി പറയണത്. ഇതുവരെ പക്ഷെ നീട്ടൂല, ഞാൻ പെട്ടെന്ന് നിർത്തും. ഇതുവരെ പറഞ്ഞതിനേക്കാളും ഗൗരവമുള്ള കാര്യങ്ങൾ പറയണത്. അതൊരു 10 മിനിറ്റ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? എന്നാലേ വലത്തൊക്കെ നോക്കരുത്, ഇടത്തൊക്കെ നോക്കരുത്, ബാക്കൊക്കെ നോക്കരുത്. എല്ലാരും എണീറ്റാൻ. ആ പറയിലേക്ക് ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നവരൊന്നും കേൾക്കൂല. ഓരോരുത്തരും കസേര എടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട്, ആ ഓപ്പറേറ്ററെ ഒന്നും ചെയ്യണ്ടെങ്കിൽ കസേര എടുത്തൊന്നോളൂ. അൽഹംദുലില്ലാ നല്ല മനുഷ്യന്മാരെ അവിടെ ഉള്ള. ഇവിടെ പ്രസിഡന്റ്, സെക്രട്ടറി, അൽഹംദുലില്ലാ അവരെ ഞാൻ ശരിക്കും പരിചയപ്പെടുള്ളൂ. അവർ ശരിക്കും പ്രസിഡന്റിനെ നേരത്തെ പരിചയമുണ്ടോ വാപ്പട്ടിക്ക, സെക്രട്ടറിനെ അൽഹംദുലില്ലാ ഇവിടെ പരിചയപ്പെട്ടു. ബഹുമാനപ്പെട്ട ഔക്കർക്ക പല സ്ഥലത്തും. വാപ്പട്ടിക്ക സെക്രട്ടറിയാ, ഔക്കർക്ക് ഇതല്ലേ ഈ കൺഫ്യൂഷൻ തീർത്തിന്? ഇതല്ല ഔക്കർക്ക, കാസർഗോഡ് ഔക്കർച്ചാന്ന് പറയാം. ഔക്കർക്ക അവരെന്തായാലാണ് നേരത്തെ ഞാൻ നല്ലോണം പരിചയപ്പെട്ടത്. പക്ഷെ എനിക്ക് വയറ് നിറഞ്ഞു. എന്നെ എവിടെയും പോയാൽ കേൾക്കാത്ത കുറെ കാര്യങ്ങൾ നന്മ കേട്ടു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും നടന്നു. ഇവിടെ ഒന്നുമില്ല. പാവങ്ങൾക്ക് വേണ്ടി എല്ലാ സലാത്തിന്റെ സദസ്സിലും ഭക്ഷണം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഔക്കർക്ക. പാവങ്ങളുടെ കാര്യക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് പറഞ്ഞു. ബഹുമാനപ്പെട്ട വാപ്പട്ടിക്കാണെങ്കിലോ നേരത്തെ ഞാൻ അദ്ദേഹത്തെ ഒരു സദസ്സിൽ പരിചയമുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു റുമ്മാമ്പഴ ലേലം വിളിച്ചപ്പോൾ വലിയൊരു സംഖ്യ കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ടവരെ ഏറ്റെടുത്തത്. നമുക്കുണ്ടാവില്ല ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കൽബിൽ പറഞ്ഞ ചില ചിത്രങ്ങൾ അതിൽപ്പെട്ടതാണ്. ദീനിന് വേണ്ടിയിട്ട് ഗൾഫിലാകുമ്പോഴും നാട്ടിലുള്ള ദീന്റെ കാര്യങ്ങൾ ചിന്തിച്ച് നീറിപ്പോകുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു ഈ നന്മ എല്ലാരിൽ നിന്നും കബൂലാക്കട്ടെ, എല്ലാരിൽ നിന്നും അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തന്നെയാണ് പാവങ്ങളെ സഹായിക്കുക. ഇതൊക്കെ ഇപ്പൊ ഈ ആഹൃതമാലൊരു വെളിച്ചാണ്. അതൊക്കെ നമ്മളിപ്പോ രാത്രി ഉറക്കൊഴിക്കണതും ഈ പറയണതും ഈ ചെയ്യണതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒരു സെക്കൻഡിന് വേണ്ടിയാണ്. അല്ലേ? ശ്രദ്ധിക്കണേ. ഒരു സെക്കൻഡ്. ഏതാ സെക്കൻഡ്? നല്ലോണം വലി നടക്കണില്ലേ? വലി നടക്കണില്ലേ? അത് വലി മുട്ടാത്തോണ്ടാണ് ശരിക്കും ഇപ്പോ ഹലാലോ ഹറാമോ നോക്കാതെ കണ്ട് ഇറങ്ങുന്നത്. കള്ളും കഞ്ചാവൊക്കെ ഇറങ്ങണ എന്താ അറിയോ? ഇപ്പൊ ഇത് സുഖമായിട്ട് നടക്കണുണ്ട്. ഇത് ഒരു സമയത്ത് എന്തുണ്ടാവും അറിയോ? പിന്നെ അട്ടന്റെ മുഖത്ത് 100 വെച്ച മാതിരി. ഇനി വലിയ നടക്കൂല, ഇനി റേഞ്ചും കിട്ടൂല, മണ്ഡലം മാറി. റേഞ്ച് കിട്ടൂല, മണ്ഡലം മാറി.
അപ്പൊ അടുത്തുള്ള ഒരാൾ പറയും, മൂച്ചാപ്പ എന്താ കണ്ണുവന്തിച്ചിരിക്കണ, ഡോക്ടറെ ഒന്ന് വിടുന്നാലോ? എന്താ ഡോക്ടറെ കൊണ്ടുവരുന്നത്? അപ്പൊ വേറെ പറയും, നമ്മൾ പള്ളിയിൽ മൊല്ലാക്കിനൊന്ന് മന്ത്രിച്ചുതാൻ കൊണ്ടുവരിക. സംഗതി രണ്ടും ഫലമാണ്, പക്ഷെ ഇപ്പൊ ഫലം ചെയ്യൂല. ഇപ്പൊ മൊല്ലാക്ക് വന്നിട്ടും കാര്യമില്ല, മുദരീസ് വന്നിട്ടും കാര്യമില്ല, ഡോക്ടർ വന്നിട്ടും കാര്യമില്ല. ഇപ്പൊ മൂപ്പര് പൗരത്വം സ്വീകരിച്ച് പോവാണ്, ഈ കേട്ട സ്ഥലത്തേക്ക് പോവാണ്. ഇന്നലെ വാള് കേട്ടൊരു മനുഷ്യനെന്ന് കബറിന്റെ അടിയിലാണ്. ഇന്നലെ വാള് കേട്ടൊരു മനുഷ്യനെന്ന് കബറിന്റെ അടിയിലാണ്. മിനിഞ്ഞാന്ന് വാള് പറഞ്ഞൊരു മഹാൻ ഇന്ന് കബറിന്റെ അടിയിലാണ്. മിനിഞ്ഞാന്ന് വാള് പറഞ്ഞൊരാളെന്ന് കബറിന്റെ അടിയിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച സ്റ്റേജ് കയറിയിട്ട് പാട്ട് പാടിയ ചെറുപ്പക്കാരെന്ന് കബറിന്റെ അടിയിലാണ്. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? കഴിഞ്ഞ 5-6 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ ദഫും കോൽക്കളിയും പുലിക്കളിയും എലിക്കളിയും പെരിച്ചായിക്കളിയും ഒക്കെ കൂടിയിട്ടാണല്ലോ ഇപ്പൊ ഇറങ്ങല്. ഇപ്പൊ പുതിയാപ്പിളങ്ങാണ്ട് പോണേണ്ട പതിർക്ക പൂജയിൽ പോകണമായില്ല. പെണ്ണുങ്ങണ്ട് ഇറങ്ങണ കണ്ട പൂരത്തിന് ആന ഇറങ്ങണം മതി. ഇതൊന്നും ഇല്ലെങ്കിൽ കല്യാണം സഹിയല്ല. ഗാനമേളത് ഇപ്പൊ അബാള് സ്വന്തത്തുമായിട്ട് നടക്കും. എന്തൊക്കെ റബ്ബേ, എന്തൊക്കെ തോന്നിയാസങ്ങളാണ്. നല്ല നല്ല മനുഷ്യന്മാരെ പറയുന്ന പെൺകുട്ടിനെ ഇറക്കണങ്ങനെ കണ്ടാൽ പഠിച്ചോ നമുക്ക് തോന്നും അവിടുന്നൊക്കെ നമ്മൾ വേഗം വിടുക. കാരണം അതാ പറഞ്ഞ നമ്മളും വിടുക. ഒരു കുഴപ്പമില്ല, പള്ളിയിലൊക്കെ വന്നിട്ട് നല്ല നിസ്കരിക്കുന്ന ആളാ. പക്ഷെ മോളം കെട്ട് ഇറക്കുമ്പോ ആ തക്കുവൊക്കെ അങ്ങോട്ട് പോയി. അപ്പൊ വേറൊരു കുപ്പായം കണ്ട് ഇടണം. ഞാന് ഒരു സ്ഥലത്ത് പറ്റി ഗാനമേളക്കെതിരെ ശക്തമായിട്ടൊരു പ്രസംഗം നടത്തി. അതിന്റെ പൂരം നടക്കുന്ന സ്ഥലമാണ്. അതിന്റെ എല്ലാ ദോഷവശങ്ങളും വിശദീകരിച്ചിട്ട് പ്രസംഗിച്ചപ്പോ പ്രസിഡന്റ് ഇങ്ങനെ തലാറ്റിട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് മുമ്പിൽ പറഞ്ഞൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇനി കല്യാണ സദസ്സിൽ ഗാനമേള പാടില്ല. ഫെബ്രുവരി 14 മുതൽ ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഞാൻ ജനുവരി 1 ആള് പറഞ്ഞു. അപ്പൊ എനിക്കാണ് തോന്നിയത്, എന്താ ഫെബ്രുവരി 14 ഒരു കണക്ക് 1.5 മാസം ഇനിയുണ്ടല്ലോ. എന്താ പഠിച്ചോനെ ഇയാൾക്ക് ഫെബ്രുവരി 14 അത് ഇത്ര പൊടുത്തെന്ന് തോന്നി. ഞാൻ കരുതി ഏതെങ്കിലുമൊക്കെ ഒരു ദ്വാന്റെ ഇജാബത്തിന്റെ വക്ത് ഉണ്ടായിരിക്കും, മുപ്പര അറിയില്ല അപ്പോ എന്ന് കരുതി നോക്കുമ്പോ പിന്നെ ആൾക്കാർ എന്നോട് പറഞ്ഞാൽ അത് ഫെബ്രുവരി 12 ഞാൻ മുപ്പര മോളെ കല്യാണം പറഞ്ഞു. അന്ന് ഇതൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ 2 ദിവസം അപ്പുറത്തേക്കാക്കിയാ നോക്കുക. ഇനിയിപ്പോ ആ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുമോ? നമ്മൾ ഇങ്ങനെ വരുന്നത്. നമ്മള് മറ്റുള്ളവർക്ക് ഇപ്പൊ വാപ്പാരുമാരും എനിക്കൊക്കെ 5 വക്ത് നിസ്കാരത്തിന് ചൂടുണ്ട്. അതിന് കാരണം എന്റെ ഉമ്മിപ്പിയാണ്. മദ്രസ നമ്മൾ 5-ാം വയസ്സിലല്ലേ പോയി പഠിക്കാം. എന്റെ വാപ്പാക്കും ഉമ്മാക്കും നിസ്കാരത്തിൽ വളരെ ഗൗരവമായിരുന്നു. അതിന്റെ കൽബ് കണ്ടു കയറി. അതുകൊണ്ട് ഫർള് നിസ്കാരം കളാവൂല. വാപ്പാരന്മാരെ നമ്മളെ മക്കളെ മുമ്പിൽ മാതൃകാവണ്ടേ. ഏതോ ഒരു മോനെ ഗേറ്റ് പിടിച്ചിട്ട് പാമ്പരാഗ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ തൊള്ളേക്കിതാ. അപ്പൊ ഉമ്മ പറഞ്ഞാലോ അബുദാബിന്ന് വാപ്പൊഴിച്ചാൽ ഞാൻ അത് പറയടാന്ന് പറഞ്ഞു. അപ്പൊ മോൻ തിരിച്ചു പറഞ്ഞാലോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ശശിപുരി പോയി സിനിമ ഉണ്ടായി ഞാനും പറയും. ഇനി ഉമ്മാക്ക് ഈ മോനെ നന്നാക്കാൻ പറ്റുമോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കളൊന്നും ബഹുമാനില്ലാതെ വളർന്നു വരികയല്ലേ. ഈ മൂപ്പളമാന്നുള്ളത് നഷ്ടപ്പെട്ടല്ലോ പോ അല്ലേ. ഒന്നുമില്ല, വെറും മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന അവസ്ഥയിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇവിടെ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. ഇപ്പൊ അങ്ങനെയല്ലോ, ഒരു 10 കൊല്ലം മുമ്പൊന്നും ഈ ഷെഡിട്ട് കിടക്കുന്ന കുട്ടികളെ കാണൂല. അപ്പൊ ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു, ഇത്ര ഈ തൂണിനേക്കാളും നീളമുള്ള ഒരു ചങ്ങായി മാരിപിനെ ഷെഡിട്ട് നിൽക്കണം. മുസ്ലിം ഈ തൂണിനേക്കാളും നീളമുണ്ടാവും. ഓ മഗ്‌രിബിന് ടൗസറിട്ട് നിൽക്കും. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഭയങ്കര ദേഷ്യം. ചിലതൊന്നും നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നി കാറ് തുറന്നിട്ട് പെരടിക്കൊന്ന് കൊടുത്താലോ. പക്ഷെ എന്റെ നീളം കണ്ടപ്പോ എനിക്ക് പേടിയായി. അപ്പൊ ഞാനത് വേണ്ടെന്ന് കരുതി. ഞാൻ ഗ്ലാസ് തുറന്നിട്ട് വെച്ച് എന്താണ് അപ്പൊ എന്നോട് പറഞ്ഞു അത് മഗ്‌രിബ് ആയതുകൊണ്ട് ഇട്ടാണ്. ഞാൻ പറഞ്ഞ ഹംകജി അസായ കഴിഞ്ഞപ്പോ അത് ഊരുമല്ലോ. അല്ല, മഗ്‌രിബ് ആയപ്പോ ഇട്ടഞ്ഞിപ്പോ എഷായപ്പോ അത് ഊരിക്കൂടെ? ഇതെന്തേ നമ്മളെ കുട്ടികൾ ഇങ്ങനായി? എന്താ ഈ തുണികുപ്പായത്തിന് വലിപ്പം കുറയണേ? ഇവർക്കത് കുറയണേ? നമ്മളെ കുട്ടികളൊക്കെ ഊരങ്ങൾ നോക്കണം. പാൻറ് ഇട്ടിട്ട് അണ്ണാന്റെ നടുവിൽ ഏറുണ്ടാവും. അറ്റിങ്ങളെ നൃത്തം ഇങ്ങനെ കണ്ടാല് എന്തോരം ഇടങ്ങളിലെ അറ്റിങ്ങൾ ഈ ഇടുങ്ങിയ പാൻറ്, ടൈറ്റ് പാൻറ് അതങ്ങോട്ട് കയറങ്ങി എണ്ണയും അതിലിട്ട് ഒയ്യണം. എന്നിട്ട് അത് ഊരമലൊന്നുമല്ല, അവിടുന്നൊക്കെ അങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ കുടുങ്ങിക്കണം. എടാ മോനെ, എങ്ങനെ നിന്നെ നിസ്കാരം ചെയ്യാ?
നിന്റെ നിസ്കാരം ശരിയാവില്ല. അജ്ജ് നിസ്കരിക്കുമ്പോ ബാക്കിൽ മൊബൈലിന്റെ ക്യാമറ തുറന്നു ചോക്ക്. സുജൂദ് ചെയ്യുമ്പോ പലർക്കാട് അങ്ങനെ തുറന്നിട്ടുണ്ടാവും. അതിൽ കാണാം. ഇത് ബാക്കിലുണ്ടായ കള്ളും മടക്കായില്ലേ? എവിടുക്ക എന്താ നിന്നെ ആരങ്ങനെ വെട്ടി പാകപ്പെടുത്തി എടുത്തത്? ഞാൻ പറയാ ചില കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തിൽ കേൾക്കണം. ഞാനൊരു കാര്യം പറയാം. ഈ സിനിമാ സീരിയൽ കാണുന്ന പൊരയിലുള്ള ഒരൊറ്റ പെണ്ണു ആണോ ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഓരോന്നും തൊട്ടു പോകണം. കാരണം എന്താ? സിനിമ രംഗത്ത് വന്നത് എന്നാന്നത് പഠിച്ചാൽ മതി. അതിന് കാരണം അത് 1912. എന്താ 1912 പ്രത്യേകത? അന്നാണ് ഈജിപ്തും ബ്രിട്ടനും തമ്മിൽ യുദ്ധം നടന്നിട്ട് ബ്രിട്ടൻ തോറ്റു, ഈജിപ്ത് ജയിച്ചു. ഈജിപ്തിലെ മുസ്ലിമീങ്ങളുമായിട്ട് യുദ്ധം നടത്തിയിട്ട് ബ്രിട്ടൻ തോറ്റപ്പോ അവർ ചിന്തിച്ചു, മുസ്ലിമീങ്ങൾക്ക് ആയുധവും ആൾബലവും നമ്മളെക്കാളില്ല, എന്നിട്ടും അവരുമായി യുദ്ധം ചെയ്തിട്ട് നമ്മൾ തോൽക്കാൻ കാരണം എന്താ? ബ്രിട്ടനിലുള്ള ബുദ്ധിരാക്ഷസന്മാർക്ക് മനസ്സിലായി അത് അവരുടെ കൽബിൽ ഖുർആനുമായിട്ടുള്ള ബന്ധവും മുഹമ്മദിനോടുള്ള സ്നേഹവുമുണ്ട്. അതുള്ള സമയത്ത് മുസ്ലിമീങ്ങളുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് പിടിച്ചു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ചിന്തിക്കണേ, സോക്കട് മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടൻ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് മുഹമ്മദിനോടുള്ള ബന്ധം തകർക്കാൻ എന്താണ് ചെയ്യുക എന്ന് കൂലങ്കുശമായി ചിന്തിക്കുകയാ. പലവട്ടമേശ മീറ്റിംഗും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാ. പല ദിവസങ്ങളിലും ആവർത്തിച്ച് ചിന്തിച്ചപ്പോ അവർക്ക് മനസ്സിലായി, മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മനസ്സാന്തരങ്ങളിൽ നിന്ന് മുഹമ്മദിനോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് പിഴുതെടുത്ത് പറിച്ചെറിയാൻ സിനിമ എന്ന സംരംഭം ഇറക്കുകയല്ലാതെ, സംവിധാനം നിലവിൽ വരികയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി സിനിമാ രംഗത്തിറക്കിയത് ബ്രിട്ടനാ. അത് ആദ്യമായി ഓടിയത് ഈജിപ്തിലാ. അതിന് തുടക്കം കുറിച്ചത് ബ്രിട്ടൻ തോറ്റ അതേ കൊല്ലമായ 1912. അപ്പൊ ഇത് ഇറക്കിയത് എന്തിനാ? മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് ഈമാൻ പറിച്ചെടുക്കാൻ. അതങ്ങനെ ആയില്ലേ? പഴയ കാലത്ത് ഉമ്മാരിങ്ങനെ ഇതാമക്കാലത്തിന് തബാറക്ക് ഓതിയുന്ന സമയത്തൊക്കെ ഇന്ന് കണ്ണ് കാണാത്ത ഉമ്മാര് കണ്ണട വെച്ചിട്ട് ഇങ്ങനെ ഇത്തിക്കാഫിരിക്കുന്നത് ബുദ്ധിപ്പെട്ടിന്റെ മുമ്പിലാ. എന്നിട്ടിങ്ങനെ പറയാം, സൗണ്ട് കൂട്ടിക്കാൻ കേൾക്കണില്ല, സൗണ്ട് കൂട്ടിക്കാൻ. എന്നിട്ടിങ്ങനെ ഇരുന്ന് കാണുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വലത് ഭാഗത്ത് മരുമകളാ, ഇടത് ഭാഗത്ത് പേരക്കുട്ടിയാ. പക്ഷേ തുണിയെടുക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും നിന്ന് ചാടുന്നത് മകരിവിന്റെ ശേഷം കാണുന്ന നാണം കെട്ട ഉമ്മ ഉപ്പ ഇല്ല. ആ വീട്ടിൽ ഈമാനോടെ മരണം സ്വപ്നം കാണണ്ട. അല്ലാഹു സലാമത്താകട്ടെ. പറയാ, അല്ലാഹു സലാമത്താകട്ടെ. പിന്നെ ഗൗരവാണി പറയണത് ഇതേ, ഇന്ന് രാത്രി മരിച്ചൂടായില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റ്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദീർഘമായിട്ട് പറയില്ല. അല്ലെങ്കിലോ ശരീരത്തിൽ വേദന വന്നാൽ പെട്ടെന്ന് മറവി വരും അല്ലേ? SLC പരീക്ഷയ്ക്ക് നല്ലോണം മനപ്പാടാക്കിയിട്ട് പോണ ഒരു കുട്ടി പോണ വഴിയിൽ തമിഴ്ലോറിയിൽ ബൈക്ക് തട്ടിയിട്ട് കാല് പൊള്ളിയിട്ട് മുറിവായപ്പോ ഹാളിൽ പോയിരുന്നപ്പോ ഒക്കെ മറന്നിട്ടുണ്ട്. കാരണം ഇറച്ചിക്ക് വേദന കുഞ്ഞാ തലയിലുള്ളൊക്കെ പോയി. ശരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റല്ലേ? മൊബൈൽ ശ്രദ്ധിക്കല്ലേ? ഞാൻ അത് വയലാക്കി പറയില്ല. ഇത് ഞെടുങ്ങുന്ന ഒരു സത്യമാണ്. അത് കൽബിലേക്കാണ് കാരണം, തലച്ചോറിലേക്ക് തരിപ്പ് കാരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്തുള്ള വേദന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദനയാണ്. ഞാൻ അതിന്റെ മേലൊരു വേദന ഇല്ല. ഡോക്ടർമാർ പറയേണ്ട ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയിൽ ഏറ്റവും വലിയ വേദന പ്രസവവേദന എന്നതാണ്. അത് അവർക്ക് മനസ്സിലായത് അതാണ്. പ്രസവവേദന ഭയങ്കര വേദന തന്നെയാണ്. അവർ ആ വേദനയുടെ ആവേഗം വളർന്നിട്ട് പറഞ്ഞു 20 എല്ലുകൾ പൊടിയുടെ വേദനയാണ്. നമ്മളെ പെങ്ങന്മാർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിന് സ്വർഗം ഉണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷെ പെറ്റുകുട്ടിയെ മാത്രം പറയാം നിസ്കാരം നല്ലാക്കരുത് മാത്രം. കാരണം അത് ഭയങ്കര ഒരു പ്രയാസമാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ എത്രയോ മേലെയാ മരണവേദന. അതിന്റെയും ആവേഗം വളർന്നു മുഹമ്മദ് മുസ്തഫ. 1000 വാളുകൊണ്ട് ഈരുന്നത് പോലെ. അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മൂസാ നബി ഇസ്ലാമിനോട് അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന മരണവേദന? കലീമുല്ലാഹി മൂസാ നബിയോട്. മൂസാ നബി പറഞ്ഞു,
ചുട്ടുപഴുത്ത ഒരു ചട്ടിയിൽ എണ്ണ ഇങ്ങനെ എരിവരി കൊണ്ടിട്ട് പൊട്ടലും ചീച്ചലും നടക്കുന്ന സമയത്ത് ഒരു ചെറിയ കാടപ്പക്ഷിയുടെ കുഞ്ഞിനെ തൊലി പൊളിച്ച് ജീവനോടെ ആ ചുട്ടുപഴുത്ത എണ്ണയിലേക്ക് കണ്ട് ഉറക്കാൻ വെച്ചുകൊടുത്താൽ അത് കണ്ട് പൊരിയുന്ന സമയത്ത് എത്ര വേദന ഉണ്ടാവോ അതിനേക്കാളും വേദന എനിക്കുണ്ടായിരുന്നു അല്ലാഹ് എന്ന് കലീമുല്ലാഹി മൂസ. ഈ വേദന കൊണ്ട് ശരീരത്തിലേക്ക് കണ്ട് കയറുമ്പോ സ്വാഭാവികമായൊരു മറവി അപ്പുണ്ടാവും. അതിന് പുറത്ത് ശ്രദ്ധിക്കണം, ഇബ്ലീസ് ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന രണ്ട് സമയം. ഒന്ന്, നിസ്കാരത്തിന് വേണ്ടി കയ്യെട്ടിയ അല്ലാഹു അക്ബർ. മനസ്സിലാകുന്നില്ലേ? അള്ളാഹ് പറഞ്ഞതുപോലെ ഞാനൊരു വഖത്ത് നിസ്കരിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള ആരാ സാസിലുള്ളത്? നമ്മൾ കാട്ടിക്കൂട്ടലുണ്ട്. വയസ്സന്മാര് പറയലും നിക്കരിക്ക. പക്ഷെ അള്ളാഹ് പറഞ്ഞതുപോലെ ഒരു നിസ്കാരം ഉണ്ടല്ലോ, അല്ലാഹു അക്ബർ, ഇനി സലാം പൂട്ടുന്നവരെ അല്ലാത്തൊരു ചിന്തയില്ലാത്തൊരു നിസ്കാരം ഉണ്ടോ? നമ്മളിതെങ്ങനെയാണ് മണിപ്പൈസ കാണല്ലേ എവിടെ പോയിക്കുന്നത്? പക്ഷെ പൈസ കുറച്ചുള്ളൂ, ഓണ് സാരില്ല, നിസ്കാരം കളാനിക്കുന്നു. എന്നാലും എവിടെ ഇപ്പൊ ഒരു ഓർമ്മയില്ല, കല്യാണപ്പരിൽ വെച്ചിട്ടില്ലല്ലോ. പോട്ടെ, നിസ്കാരം തരണോക്കാം. അല്ലാഹു അക്ബർ, മൂത്താപ്പാന്റെ തലക്കാണിന്റെ ഒട്ടിലെ ഇത് കെട്ടിയപ്പം എന്നാലൊരു ഇമാമിന്റെ അടുത്ത് വെച്ച ഒരാള് പറഞ്ഞു, മുമ്പ് ഉസ്താദെ എന്റെ വിലപിടിപ്പുള്ളൊരു വാച്ച് ഉണ്ട്, കാണാനില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്, കാരണം എത്രയോ പൈസ കിട്ടുന്ന വാച്ച് ഒരാൾ കെട്ടാൻ കൊടുന്നു ഉസ്താദെ, അത് ആലോചിച്ചോണ്ടിരിക്കുന്നു, വല്ലാത്ത ബേജാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദിനോട് പറയില്ല. എന്നോട് ഒരിക്കലും ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, എന്റെ പാസ്പോർട്ട് പോയിക്കണം, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ എന്താ കാട്ടുന്നത്, അല്ലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേന്ന്. ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്ത് നാരിയ സലാത്തല്ലേ ഇപ്പൊ. അപ്പൊ അവൻ ചോദിക്കുക, ഈ നാരിയ സലാത്ത് തന്നെ എന്താന്ന് വെച്ചു. 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവനപ്പോ ചോദിക്കുന്നത് നാരിയ സലാത്ത് എന്താണ്. ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്കതൊന്നും അറിയില്ലേ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ വാ, ഇത് എപ്പോഴാ ചെല്ലണ്ടേന്ന് എനിക്കറിയോ? ഇല്ല, ഇത് സുബി സ്കേപ്സ് ഉടനെ ചെല്ലണം, സുബി കളാൻ പാടില്ല. അപ്പൊ 30 വയസ്സല്ല ഈ പോത്തിനോട് ചോദിക്കുക, സുബി എപ്പോഴാ കളാകുക? 30 വയസ്സുള്ളപ്പോ എന്നോട് ചോദിക്കുക, സുബി എപ്പോഴാ കളാകുക? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സുബി സ്കരിക്കല്ലേ? ഇല്ല. ഓരോ സൈസ് നോക്കാം നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, സുബി കളാണ്, ഞാൻ അയിമക്കൂടുന്നെങ്കിലും നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, കളാണ് എന്നൊക്കെ പറഞ്ഞു. കളായിട്ട് ചൊല്ലിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് സുബിയൊക്കെ അതിന്റെ സമയത്ത് നിസ്കരിച്ചിട്ട് ചൊല്ലി പറഞ്ഞു. അപ്പൊ എന്നോട് വെച്ചു, എത്ര ദിവസമാണെന്ന് വെച്ചു. കാരണം ഓന്റെ വിഷയം നാരിയ സ്ഥലത്തല്ല, പാസ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ച അങ്ങനെ ചൊല്ലി ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒരാഴ്ചക്ക് അവൻ ചെയ്തിട്ട് 8ാം ദിവസം കിട്ടാതെ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്താട്ടില്ല, അതിന് മാർഗമല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല. തലവേദന എന്ന് പറഞ്ഞാൽ പെനഡോള് പറഞ്ഞു കൊടുക്കും, ചിലപ്പം കുടിച്ചാൽ മാറും, ചിലപ്പം മാറിയില്ലാന്ന് വരും. അല്ലല്ല അതിന്റെ ആള്. ഞങ്ങൾക്ക് കിട്ടിയില്ലേന്ന് വെച്ച് ഞാൻ, ഇല്ല സ്ഥലം കിട്ടിയില്ല. ഞാൻ അങ്ങനെ വെച്ചു, ഈ സുബി ഇപ്പൊ കള്ളാക്കിന്നോ? ഇല്ല, സുബിന്ന് കള്ളാക്കില്ല. അപ്പൊ ചോദിക്കുമ്പോ എത്ര മണിക്കാണ് സ്കെച്ച്? ഞാൻ 5 മണിക്ക് സ്കെച്ചുണ്ട്, അന്ന് 4:45 വാങ്ങുക. 5 അപ്പൊ ശരിയാണ്. അവൻ ചോദിച്ചു, ചങ്ങായി തീരെ സ്കെച്ച് പരിചയമില്ലാത്ത ഇങ്ങനെ അലാറം വെക്കണം വെച്ചു. അല്ലല്ല, ആ സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു അലാറം കിട്ടിയാലും ബുളുബുളൂന്ന് അറിയുന്നത്. പിന്നെ പാസ്പോർട്ടല്ല, ബേജാറ് കിടന്നതാണ്. അപ്പൊ ഇനി അലാറം ഒന്നും വേണ്ടാന്ന് അവൻ പറഞ്ഞേ. ഞാൻ തന്നെ നിൽക്കല. എന്നിട്ടും എനിക്ക് കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പോകുമ്പോ ഞാൻ അവനോട് വെച്ചു, അപ്പൊ ഈ ലുഹുർ അസറും മാരിയൊക്കെ അല്ല, അതൊന്നും ഉസ്താദിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും ഉസ്താദിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ അവനോട് പറയണം, 30 വയസ്സുള്ളവനോട് പറയണം, ഇത് ലുഹുറും അസറും മഗ്‌രിബും ഏഷ്യയും ഒക്കെ അതിന്റെ സമയത്ത് നിസ്കരിക്കണട്ടോ എന്ന് പറയണം. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഒരു ഇമാമിനോട് ഒരാൾ പോയി പറഞ്ഞു, വിലപിടിപ്പുള്ള വാച്ചാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നും ചൊല്ലി പറയണ്ട, ഇന്ന് രാത്രി ഈ തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഇന്ന് രാത്രി നീച്ചിട്ട് മുഹൂർത്തിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി, വാച്ച് കാണാൻ പറഞ്ഞു. അപ്പൊ അയാൾ വിചാരിച്ചു, ഈ 2 റക്അത്ത് നിസ്കരിച്ച് ദ്വാരണ ഉടനെ ഉത്തരാണ്, അതാണ് ഉസ്താദാ പറഞ്ഞത്. പക്ഷെ മൂപ്പര് എന്ത് ചെയ്തു, അന്ന് രാത്രി ഒളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ അലമാന്റെ ചുവട്ട് വെച്ചിങ്ങനെ അത് ഓർമ്മ. ഇത് ഓർമ്മ വരുന്ന അറിയണോണ്ടാണ് ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം എന്താ, ഇബ്ലീസ് കട്ടുകൊണ്ടുപോവാണ്, ഇത് കട്ടുകൊണ്ടുപോവാണ്. എന്നാലും ഞാന് ഒരു പരിപാടിക്ക് ഇടയിൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോ, നിസ്കരിക്കുമ്പോ ചിരിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് ചിരിയൊന്നായി. കാരണം ഇമാം റുക്കൂന്ന് വരണേ എങ്ങനെ അറിയങ്ങള്, സമി അല്ലാഹു അക്ബർ,
അതിനുണ്ട് ഇബ്ലീസ് വന്നു പോണ സ്വഭാവം നോക്കാൻ നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ചിരിച്ചില്ല, പിന്നെ എനിക്ക് ചിരിയാരാക്കോ? പൊട്ടി ചിരിക്കണേ. അപ്പൊ എനിക്കും ചിരിയാരായിരിക്കോ? നിസ്കരിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല എനിക്കറിയാം, പക്ഷെ എനിക്ക് ഊറി ചിരി വന്നു. ഞാൻ പരമാവധി പിടിച്ചു നിന്നു. ഞാൻ എഴുതിന സ്വറാത്തിൽ മുസ്തഖീം അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകണല്ലോ. ഞാൻ അവിടെ കുറച്ചിങ്ങനെ നിന്നു, കാരണം ചിരി പൊട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ അമ്മാര് വിടലല്ലേ വിടുന്നു. ഏതായാലും നിസ്കാരം കഴിഞ്ഞപ്പോ അയാളെങ്ങനെ ബാക്കൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ഇന്നെ കണ്ടു. ഈ തലയെക്കെട്ടണ്ട എല്ലാവർക്കും അറിയാം. അയാള് ഞാൻ വണ്ടി കയറാൻ നേരത്തെ എന്നോടൊന്ന് പറഞ്ഞു, റഹ്മാനി അടുത്ത പ്രസംഗത്തിൽ പറയതിട്ടാ എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ പേരും നാടൊന്നും പറയില്ല, വിഷയം ഞാൻ പറയില്ല, അത് നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ എന്റെ പേര് പറയരുത്. അപ്പൊ ഞാൻ അയാളെ മുഖത്ത് നോക്കി ഞങ്ങൾ ചിരിച്ചു. അപ്പൊ അയാൾക്ക് മനസ്സിലായി എന്താ അതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അയാളെന്നോട് പറഞ്ഞു, ഒന്നല്ല ഉസ്താദേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, 2-3 പെണ്ണുങ്ങളൊക്കെ പോയി നോക്കിന്, ഒന്നും പറ്റിയില്ല. ഇന്ന് പോയി കണ്ട കുട്ടിനെ എനിക്ക് പറ്റിക്കണ. അങ്ങനെ പറ്റിയിട്ട് ഇങ്ങോട്ട് പള്ളിയിൽ വന്നപ്പോൾ മുക്കറി കാമത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനവിടെ കയറി എന്നും ചെയ്ത്. അപ്പോ ഫാത്തിഹയിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. റുക്കൂക്ക് പോയപ്പോ എനിക്കങ്ങനെ തോന്നി സംഗതി എനിക്ക് പറ്റിക്കണം, പക്ഷെ മൂക്കും ഒരു കറുത്ത പുള്ളി ഉണ്ടാ. അത് ഞാൻ ഓർമ്മ വന്നത് റുക്കുയിലാണ്. അപ്പോഴത്തെ ദിക്റ് മാറിപ്പോയതാണ്. കണ്ടോ, ഇങ്ങനെ എത്രക്കോ നമ്മളിതിങ്ങനെ ചിരിക്കണ്ട, നമ്മളും അങ്ങനെയൊക്കെ ചെയ്തവരെ. അന്നാളൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇബ്ലീസിനെ അടുപ്പിക്കുന്ന പരിപാടിയല്ല. അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അവതൊക്കെ ചൊല്ലിട്ടവനാണ്ട് നിസ്കാരത്തിൽ തക്ബീർ കെട്ടി, അല്ലാഹു അക്ബർ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു. അത്തഹിയ്യാത്തോടാണ് ഫാത്തിഹയിൽ നിന്നിട്ട്. അപ്പൊ ഇബ്ലീസ് അങ്ങനെ ആക്കി. വേറെ ആള് തോണ്ടിയിട്ട് വെച്ചു, എന്താന്ന് വെച്ചു, ഫാത്തിഹ ഓതും, പിന്നെ കൈ അയക്കാനുള്ള പരിപാടി. ഞാനിത് രസം പറയല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. എന്താ പറയുക, ഇബ്ലീസ് വന്നു പോണത് കാണിച്ചു തരിക, വെറുതെ ഉണ്ടാക്കി പറയല്ല. നമ്മളൊക്കെ പല നിലയിലും ഇങ്ങനെ ഇബ്ലീസ് വന്നു പോവുക. ഒരാൾ മറ്റൊരാളെ കാലുമ പോയിട്ടിരുന്ന അത്തയ്യാത്ത്, അപ്പൊ തുടങ്ങിയപ്പം കാലുകൊണ്ട് ഓണം ഉന്തലും 2-3 ഉന്തൊക്കെ വന്നിട്ട് ഓൻ മാറ്റി. അപ്പൊ കാലോടെ സലാം വീട്ടിയ ഉടനെ ഒരൊറ്റ മറ്റോൻ പറഞ്ഞ്, അത്യാവശ്യം നിൽക്കുമ്പോ തന്നെ എനിക്ക് ഉറപ്പാ സലാം വീട്ടേനെ കിട്ടുമെന്ന്. മറ്റോൻ എന്താ ഇതിങ്ങനെ ആയിട്ടാണ് മാറി. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇനി ചിരിക്കരുത്, ചിരിയൊക്കെ പൂട്ടി. ഈ ചിരിയൊക്കെ പൂട്ടി ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോതുകൊണ്ടാണ്. ഈ ചിരിക്കരുത്, ചിരി പൂട്ടി. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവന് ഇതിനേക്കാളും ശക്തിയായിട്ട് വരല് മൗത്തിന്റെ സമയത്താണ്. അപ്പോഴും ഇതേപോലെ നമുക്കാണ്ട് അറിയണമെങ്കിൽ എന്താ കാട്ടുക, ഇത് ഇതിനേക്കാളും ശക്തിയായിട്ടും വരും മൗത്തിന്റെ സമയത്ത്. എങ്ങനെ മൗത്തിന്റെ സമയത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ദാഹം കടലിലുള്ള വെള്ളം മൊത്തം കുടിച്ചാലും തീരാത്ത ദാഹമാണ്. സുബ്ഹാനല്ലാഹ് കടലിലുള്ള വെള്ളം മൊത്തം കുടിച്ചാലും തീരാത്ത ദാഹമുള്ള സമയത്ത് ഒരു ഭാഗത്ത് കഠിനമായ വേദന, മറുഭാഗത്ത് ദാഹം, മറുഭാഗത്ത് വിശപ്പ്. ആ സമയത്ത് ഇബ്ലീസ് കടന്നു വരികയാണ്. ഇബ്ലീസ് വരുന്നത് എങ്ങനെയാ? ഞാൻ ശൈഖ് ജീലാനിയാ, ഞാൻ ശൈഖ് റിഫായിയാ, ഞാൻ ഹാജാ തങ്ങളാ, ഞാൻ മമ്പുറം തങ്ങളാ. ഇബ്ലീസ് ഞാൻ ഇബ്ലീസാന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്. ഞാൻ ഈ ബഹുമാനിക്കുന്ന ഔലിയാക്കളിൽപ്പെട്ട മഹാനാ. നിനക്കിപ്പോൾ വലിയ ദാഹമില്ലേ? ഇതാ എന്റെ കയ്യിൽ ഒരു കൂജയുണ്ട്. ഈ മനോഹരമായ കൂജയിൽ സ്വച്ഛന്തമായ വെള്ളമാണ്. ഞാനിപ്പോൾ നിനക്ക് തരാൻ വേണ്ടി വന്നതാണ്. കാരണം നീ എന്റെ പേരിൽ ഒരുപാട് ദുആ ചെയ്തവനാ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഞാനൊക്കെ നിന്നെ പഠിപ്പിച്ചിരുന്നത്, കിതാബ് എഴുതിയിരുന്നത്, പ്രസംഗിച്ചിരുന്നത് അതാ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മമ്മിനായി മരിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, യഹൂദിയായാലും രക്ഷപ്പെടുന്നതാ, നസ്രാനി ആയാലും രക്ഷപ്പെടുന്നതാ,
എന്ന് മാത്രമല്ല മരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ട് മരിക്കണമെങ്കിൽ നസ്രാനിയാകണോ? അത് എനിക്ക് ഖബറിൽ വന്നപ്പോഴാ മനസ്സിലായത്. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാ നേരത്തെ ഞാനങ്ങനെ എഴുതി വെച്ചത്, നേരത്തെ ഞാനങ്ങനെ പ്രസംഗിച്ചത്. പക്ഷെ നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചവരായതുകൊണ്ട് ഞാനത് തിരുത്തിയിട്ടൊരു ഇമ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് വല്ലാത്ത ദാഹമുള്ള സമയമല്ലേ മോനെ, എന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് ഒറ്റ നിബന്ധനയേ ഉള്ളൂ, നീ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നസ്രാനിയാണെന്ന് സമ്മതിച്ചോ? ഫേസ്ബുക്കും ഇന്റർനെറ്റും വിദ്യുത്പത്തിയുമായി കഴിയുന്ന സമൂഹമേ, അതിരാത്രിയിൽ ലൈക്കും ചാറ്റുമായി കഴിയുന്ന സമൂഹമേ, വൈബത്തും നമീമത്തും സിനിമയും സീരിയലും കോമഡിയുമായി കഴിയുന്ന സമൂഹമേ, പല്ലിന്റെയും ചുണ്ടിന്റെയും ഇട പാമ്പരാഗ് കൊണ്ട് വലിയ വശമാക്കുന്ന സമൂഹമേ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ കേട്ടില്ല എന്ന മട്ടില് അന്ധതയോടെ ഇരിക്കുന്ന സമൂഹമേ, നിസ്കാരത്തിൽ ആലസ്യമുള്ള ചെറുപ്പക്കാരാ, അറിയാതെ പറഞ്ഞു പോകുന്നതാ എനിക്ക് വെള്ളണ്ട അനസ്രാണ്. പക്ഷെ അത് കൂടെയുള്ളവർക്ക് കേൾക്കില്ല, കൂടെയുള്ളവർ അറിയില്ല. അവർ അറിയുന്നത് നിന്റെ പറകില് കാട്ടമാ, നിന്റെ മുമ്പില് മൂത്രമാ. പിന്നീട് മയ്യത്ത് കുളിപ്പിച്ചവർ പറയും, മയ്യത്ത് കുളിപ്പിക്കുന്നു വല്ലാത്ത നാട്ടമാ. കാരണം ഈമാനങ്ങ് തെറിച്ചതാ. അതല്ലേ മജ്‌ലിസുന്നൂറിൽ നമ്മൾ ചൊല്ലുന്നത്, അഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് ഗോസിനെ കാട്ടിടും നേരവനാട്ടുക ബദരീകളാൽ ഗുണറബ്ബനാ. എല്ലാ ബലാലും മാഫത്തും ഇടങ്ങേറുകൾ മുസീബത്ത് ബദരീകളെ ബറകാത്തിനാലും കാക്കണം യാ റബ്ബനാ. ശിഹാബ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഹൈദരി തങ്ങൾ പാപത്തെ ജനകീയമാക്കിയില്ലേ? കാരണം അങ്ങനെ പെടക്കുന്ന സമയമാണ് സക്രാത്തിന്റെ സമയം. അപ്പൊ ബദരീങ്ങളിൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഇബ്ലീസ് അങ്ങോട്ട് കടക്കൂല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. കാരണം ബദരീങ്ങളിൽ ഒന്നാമൻ നബിയുന മുഹമ്മദ് മുസ്തഫ വരൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഹൈദരി തങ്ങൾ തുടങ്ങിയില്ല. ആരാ ഹൈദരി തങ്ങള്? ആരാണ് അവര്? ഈ ഉമ്മത്തിന്റെ നേതാവാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഞെട്ടിപ്പോയുടെ അടുത്ത് പാണക്കാട് വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാളിനിടയിൽ ഹൈദരി തങ്ങൾ കയറി വരുന്നത്. വാള് കഴിഞ്ഞ് ഒരേ സ്റ്റേജിലിരുന്നു. എന്റെ നിർബന്ധം കൊണ്ട് സമാപന തങ്ങൾക്കൊപ്പം നടത്തി. പക്ഷെ വിഷയം അതല്ല. എന്നെ ക്ഷണിച്ചത് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. ഒരു നിസ്കാരപ്പള്ളിയുടെ പുനർനിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. അതിനൊരു ഫണ്ട് കിട്ടിയാൽ തരക്കടില്ല എന്ന് പറഞ്ഞു. പൊതുവേ ഞാൻ പിരിവെന്ന് കുറെ ബാക്കിലാണ്. പിന്നെ അതൊക്കെ അറിഞ്ഞാൽ നേരത്തെ ഇവിടെ പിന്നോട് പിരിവ് ആരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നേരത്തെ അറിയണമെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കുപ്പായിട്ട് ഒരു എന്നാ കുപ്പായിട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറയാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. എന്നാലേ അവിടേക്കും ഞാൻ ആ കുപ്പായ ഇടാതെയാണ് പോയത്. പക്ഷെ ഹമീദ് അലി തങ്ങൾ എന്നോട് പറഞ്ഞു, പിന്നെ ഒരു പള്ളി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യത്തിന് 10-11 ലക്ഷം റുപ്യ കിട്ടിയാൽ തരക്കടില്ല. അപ്പൊ ഞാൻ പൂക്കോയ തങ്ങളെ ഖബറിന്റെ അവിടെ പോയിട്ട് പറഞ്ഞു, തങ്ങളപ്പാ പാണക്കാട് വന്നിട്ട് പിരിഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു മോശമായി. എവിടെ പോയിട്ട് പിരിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് തങ്ങള് അവിടുത്തെ പേരക്കുട്ടി പറഞ്ഞിട്ട് ഞാൻ പിരിച്ചിട്ട് നടന്നിട്ടില്ലെങ്കിൽ അതൊരു മോശം. അതുകൊണ്ട് തങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. പൂക്കോയ തങ്ങൾ പാപ്പാന്റെ ഖബറിന്റെ അവിടെ പോയി പറഞ്ഞു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെയും പോയിട്ട് പറഞ്ഞു. ഉമർ അലി ശിഹാബ് തങ്ങൾ സലാം പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നിട്ട് പിരിവ് അങ്ങോട്ട് തുടങ്ങിയപ്പോ എത്തിങ്ങോട്ട് വന്നു. പാണക്കാട്ടെ കുടുംബത്തിന് 5 ലക്ഷം റുപ്യ. 5 ലക്ഷം. ആരായി 5 ലക്ഷം തന്നത്? ഹമീദ് അലി തങ്ങളും ഹൈദരി തങ്ങളും. അവരെ കയ്യിലല്ലേ പൈസ കിട്ടേണ്ടത്? അതിപ്പോ എനിക്ക് അന്നാണ്ട് തന്നിട്ട് പിന്നെ നിൽക്കുക, തലേന്ന് കൊടുത്തിട്ടുണ്ട്, പിറ്റേന്ന് കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം ഇല്ലെങ്കിലും എവിടെ അവര് കൈവെക്കും? അവർക്ക് അള്ളാഹു ഒരുപാട് പൈസ കൊടുക്കട്ടെ. ഇവിടെ നല്ലോം പൈസ കിട്ടുക, അത് നല്ല മാർഗത്ത് പോവാ. ഓ മേശറിൽ അമ്പിളിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. പൈസ ഉണ്ടാകുന്നതിന് ദീൻ ഒരിക്കലും എതിരല്ല. ഉസ്മാൻ റളിയല്ലാഹു വലിയ മുതലാളിയാണ്, സ്വർഗത്ത് കിടക്കുന്ന ആളാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദീന കണ്ട ഏറ്റവും വലിയ മുതലാളിയാണ്. പക്ഷേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ മഹാനാണ്. പൈസ ഉണ്ട് എന്ന് ചോദിച്ചിട്ട് പേടിക്കണ്ട. പക്ഷെ അത് നല്ലതിന് ഉപയോഗപ്പെടുത്ത അതിനൊക്കെ കൂലിയാണ്. അതിന് അള്ളാഹു ഒരുപാട് പൈസ നമ്മളെ കൈ തരട്ടെ. പറഞ്ഞോളി, നമ്മളെ ആവശ്യത്തിന് ആരാനോട് പറയല്ല, നമ്മൾ അള്ളഹാനോട് പറയും. അള്ളാഹു നമ്മളെ കയ്യിൽ പൈസ തരട്ടെ. നല്ല പൈസ പാവങ്ങളെ. ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടു ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇവിടെ വീടുണ്ടാക്കി കൊടുക്കണം. അള്ളാഹു പരസ്യമായിട്ട് പറയാൻ പറ്റൂല എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അല്ല, വേറൊരു പ്ലാൻ ഞാൻ കേട്ടു. അതൊക്കെ വിജയിപ്പിക്കും. ഇവിടുത്തെ പിരിവല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ അല്ല. അങ്ങനെയൊക്കെ കേട്ടു. അപ്പൊ അങ്ങനെയൊക്കെ സഹായിക്കണ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ പള്ളി മദ്രസൊക്കെ അതിൽ ഒരു ടൈൽസിന്റെ മാർബിളിന്റെ ഒക്കെ ഒരു വർത്താനം കേട്ടു. എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ബുഹാരി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മ പറ്റുന്നില്ല. അങ്ങനെ എന്തൊക്കെ കേട്ടു. ഇവിടെ എന്തൊക്കെ ഒരു പിരിവിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്താന്നുള്ള കൃത്യം എനിക്കറിയില്ല. പക്ഷെ ഈമാനുള്ള സ്വതക്കയിൽ മുന്നിൽ വരുന്ന, ഇവിടെ ഒരുപാട് നന്മകളെ തീറ്റിപ്പോറ്റുന്ന ബഹുമാനപ്പെട്ട ബാപ്പട്ടിക്കും ഔക്കർക്കും ഭക്ഷണം കിട്ടുന്ന വീട്ടെന്ന് പറഞ്ഞു. ഒന്ന് എന്നെ എണ്ണിക്കോളി ഉസ്താദ്, ഒന്ന് എണ്ണിക്കോളി. ആൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എത്രയെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇതിന് എത്ര മൊത്തം വേണ്ടത്? അല്ലാഹുവേ, മജ്‌ലിസിനൂർ നടക്കുന്ന ഒരു ഹാളാ. അവിടെ പായാണ് വിരിക്കണം, അവിടെ ഒരു മാർബിൾ വിരിക്കാനാ. റബ്ബേ പടച്ചവനെ, സക്കറാത്തിന്റെ സമയത്ത് പടക്കുമ്പോ സഹായത്തിന് ബദരീങ്ങൾ വന്നാൽ രക്ഷപ്പെടും എന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഇത് ഞാൻ ഉദ്ധരിച്ചത്. അയക്ക് മാർബിള് തരുന്നവരും അതിനു വേണ്ടി പറഞ്ഞും കേട്ടു അധ്വാനിക്കണവരായ ഞങ്ങള് നീ ആ സമയത്ത് ബദരീങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് ഒന്ന് ചൊല്ലി ജവാബ്. പിരിവുണ്ടാകുമ്പോ വെള്ളങ്ങൾ എടുക്കുന്ന എനിക്കറിയാം. അപ്പോൾ ചൊല്ലി ഇതുവരെ ഇപ്പൊ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലല്ലോ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടോ നേരം ലഈലവനാട്ടുക ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله. ربي ഞങ്ങൾ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ഞങ്ങളുടെ ആയുസ് നിനക്ക് മാത്രമേ അറിയൂ. ഏത് പകലാ, ഏത് രാത്രിയാ, ഏത് സ്ഥലമാ, ഏത് റോഡാ, ഏത് തോടാ, ഏത് വെള്ളമാ, ഏത് വീടാ, ഏത് തീയാ, ഏത് ഇടിയാ, ഏത് മിന്നല, ഏത് ബന്ധിയാ, ഏത് പാമ്പാ, ഏത് അറ്റാക്കാ, ഏത് കൻസറാ, ഏത് തളർച്ചയാ, ഏത് സദസ്സാ ഞങ്ങൾക്ക് നീ തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഓരോ രാവും പകലും ഞങ്ങൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. താണുവേണി സദസ്സിൽ വെച്ച് യജമാനായി നിന്നോട് ചോദിക്കുന്നത് ആ സമയത്ത് ഈമാന് സലാമത്താക്കണേ അല്ലാ, ഈമാന് സലാമത്താക്കണേ അല്ലാ. മഹാനായ വലിയുള്ളായി സുബഹിബാങ്ക് കൊടുക്കുന്ന സമയത്ത് പടച്ചവനെ വാങ്ങി ജവാബ് ചൊല്ലും. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ഉച്ചൈസ്വരം മുഴക്കിയപ്പോ മഹാനവറുകൾ അത് ഏറ്റു ചൊല്ലിയില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടെയുള്ളവർക്ക് കേൾപ്പിച്ച് ഉറക്കെ ചൊല്ലിയ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മരണം നീ നന്നാക്കണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്തുകൊണ്ട് എന്ന് മരിച്ച ഈമാനോട് അല്ലാഹുവേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന ആ വലിയ മനുഷ്യന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മരണം നന്നാക്കണേ റബ്ബേ. ലക്ഷക്കണക്കിന് അനുയായികളെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ച് എല്ലാവരോടും സലാം പറഞ്ഞു പോകുമ്പോ മരുമകന്റെ മടിയിൽ കിടന്ന് ഉറക്കെ വിക്ര ചൊല്ലി മരിച്ച കേട്ടിമാന മുസ്ലിയാർ ഉസ്താദിന് ദറജേർത്തി കൊടുക്കണേ അല്ലാഹ്. വിക്രിന്റെയും സലാത്തിന്റെയും മജ്‌ലിസിനൂറിന്റെയും സദസ്സുകളിൽ നിത്യശോഭയായിരുന്ന മഹാനായ സൂഫിവര്യൻ അർമിയാർ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മരണം നീ നന്നാക്കണേ അല്ലാഹ്. ഈ അധ്വാനൊക്കെ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയാ മരിക്കണ സമയത്തൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം. അതുകൊണ്ട് ആ മാർബിൾ ഇരിക്കുന്നതിലേക്ക് ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് ദുന്യാവും ആഖിറവും രക്ഷപ്പെടണം. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും. ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുള്ളൂ. ക്യാൻസറൊക്കെ പടർന്ന് പന്തലിക്കാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോ തിരുവനന്തപുരത്ത് ക്യാൻസർ ചികിത്സക്ക് വേണ്ടി പോവാണ്. രോഗിനെ പോലും തിരിച്ചറിയണില്ല. രോഗി ചെറിയൊരു കുട്ടിയാണ്. ഉമ്മാന്റെ പർദ്ദന്റെ ചുറ്റോർത്ത് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്.
ക്യാൻസറുള്ള കുട്ടി. അല്ലാഹുവേ സലാമത്തായി കൊടുക്കണേ റബ്ബേ. ആ കുട്ടിക്കറിയില്ല ആ കുട്ടീനെ എവിടുക്ക കൊണ്ടുവരണമെന്ന് അറിയില്ല. ആ കുട്ടീന്റെ സൊക്കട് എന്താണെന്നും കുട്ടിക്കറിയില്ല. ഞാൻ മഞ്ചേരിയിലൊരു കുട്ടീനെ കണ്ടു. പാപ്പനോട് പറഞ്ഞു, ഓ അറിഞ്ഞിട്ടില്ല, ഡോക്ടർ പറഞ്ഞത് 11 ദിവസമാണ്, ബ്ലഡ് ക്യാൻസർ ആണ്, നിങ്ങൾ ദ്വാർക്കണം എന്ന് പറഞ്ഞു. പക്ഷെ വാപ്പാന്റെ കൂടെ വാതിൽ വന്നിട്ടുണ്ട് ചെറിയ കുട്ടി. ഉണ്ടെങ്കിൽ അള്ളാഹു ശിഫായി കൊടുക്കട്ടെ. ഇതൊന്നും നാളെ നമുക്ക് വന്നൂടായില്ല. ഇതൊക്കെ തുടക്കം എങ്ങനെയാണ്? തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഛർദി ഇങ്ങോട്ട് വരിക, തിന്നിട്ടാണ്ട് പോവാതിരിക്കാം, പോയത് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇല്ലേ? ഇതൊക്കെ അങ്ങനെ മാറി തന്നെയാണ് ഇപ്പൊ. അതൊക്കെ ചിലതൊക്കെ വഷളാവാൻ 8-9 കൊല്ലം പിടിക്കുന്നു മാത്രം. അതിന്റെയൊക്കെ തുടക്കം നമുക്ക് ഇല്ലാന്ന് ഇപ്പൊ ആര് പറഞ്ഞു? ഇങ്ങനെ ഉറപ്പിച്ചിരുന്നവർക്ക് തന്നെയല്ല ഇപ്പോൾ ഉള്ളത്. എടുത്ത് എന്റെ വാതിന്റെ ശാസ്ത്രത്തിൽ സ്വാഗതം പറഞ്ഞൊരു കുട്ടി ക്യാൻസർ രോഗി. അത് ഓനും അറിയാം. ഓ അങ്ങനെ വന്നിട്ട് പറഞ്ഞു, 3000 പിന്നാളെ വക, 2000 വക, 4000 വക ദ്വാർക്കണം, ഒരു 5000 വക, എന്റെ ക്യാൻസർ മാറാ ഉസ്താദ് ദ്വാർക്കണം എന്നാണ്. മനുഷ്യനെ വല്ലാത്ത ദയായിപ്പോയി. ഞാൻ അടുത്ത് ഇരുത്താൻ നോക്കി, അപ്പൊ ഇരിക്കണില്ല. നോക്കുമ്പോ മലദ്വാരത്തിന്റെ ഉള്ളിൽ ക്യാൻസർ പിടിച്ച് ചീഞ്ഞതാ. പമ്പേഴ്സ് എത്തി നടക്കുക മലദ്വാരത്തിന്റെ ഉള്ളിൽ. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ. ഡോക്ടർ പറഞ്ഞാലോ അത് മൂലക്കുരു ക്യാൻസറായി മാറിയതാണ് എന്ന്. ഞെട്ടണ്ട, കാരണം കുറെ ആൾക്കാർക്ക് ഈ സംഗതി ഉണ്ടാവും. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി തട്ടെ. പിന്നെ ഞമ്മക്കൊന്നും ചിലപ്പോൾ ഇത് മാറാതെ ഇങ്ങനെ പിടിച്ചിരിക്കണം. എന്താരോ ഏതെങ്കിലൊക്കെ സാഹചര്യം കൊടുക്കുന്നതും പറയണതും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അള്ളങ്ങനെ കാത്തു രക്ഷിക്കണം. ഈ സ്വതക്കന്റെ ഹിഫ്ളോണ്ട് കാത്തു രക്ഷിക്കണം. അത് പൊട്ടിപ്പോരുത്. നമുക്കൊക്കെ ബർക്കത്ത് ഉണ്ടാവണം. ഇതുകൊണ്ട് തന്നെയാണ് ഈ കൊടുക്കണവർക്കും ബർക്കത്ത് തന്നെ ആയിരിക്കും. അവരെ ബർക്കത്ത് തടയാൻ ആർക്കും കഴിയില്ല. കാരണം അവിടെ സ്വതക്ക എണീറ്റിക്കും. ആ സ്വതക്കത്തു റദ്ദുൽ ബലായ നബിയുന മുഹമ്മദ് മുസ്തഫ. പാലക്കാട് ഒരു പ്രിയപ്പെട്ട സഹോദരി 27 കൊല്ലങ്ങൾക്ക് ശേഷം ആ സഹോദരിയുടെ ഖബറിന്റെ മൂടുകല്ലും നീങ്ങിയപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അത്തറിന്റെ വാസന കണ്ടു വന്നു. കൊണ്ടേക്ക് എടുത്തപ്പോ അത്ര പറ്റിയിട്ടില്ല. പിന്നെ എവിടെ നിന്ന് ഈ അത്തറിന്റെ വാസന? 27 കൊല്ലം മുമ്പ് മറയിലെ ബംഗളാ. കൊണ്ടേക്ക് എടുത്തപ്പോ സ്പ്രേ അടിച്ചു പോകുന്നതല്ലോ. 27 കൊല്ലൊന്നും വേണ്ട. നമ്മളിപ്പോ ഇന്ന് രാത്രി തന്നെ മരിച്ച അള്ള ആഫിയത്തുള്ള ദീർഘാശത്തെ എന്റെ മേത്ത് നോക്കി ചൂണ്ടൽ മൂല്യരെന്ന് പറയല്ലേ, അതുകൊണ്ടൊന്നും മരിക്കൂല. അല്ല അഥവാ ഇന്ന് രാത്രി ഞാൻ ആരും ചൂണ്ടണില്ല. എങ്ങനെ അഥവാ ഇന്ന് രാത്രി അറ്റാക്ക് കുടിച്ച് മരിച്ചാല് നാളെ ഇപ്പൊ നാസ്താവുമ്പോ കബറിന്റെ അടിയിലാവൂലേ? ഇല്ലേ? ഇവിടെ ഫ്രിഡ്ജിൽ എടുത്തക്കലുണ്ടോ? ഇല്ല. നാളെ നാസ്ത നേമത്ത് ഇറങ്ങൂല. അങ്ങനെയാണ്ട് ഇറങ്ങി നാളെ വൈകുന്നേരം വരെ ഇപ്പൊ അങ്ങനെയാണ്ട് ഒപ്പിച്ച് കിടക്കാം. പക്ഷെ വൈകുന്നേരം ആകുമ്പോ വെള്ളത്തിലിട്ട കുമ്പളങ്ങമാതിരി അയച്ചുണ്ടാവും. പിറ്റേന്ന് നേരം വെളുത്താലോ മുടിയൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്റർ ഇറങ്ങിയ പാടം മാതിരി വെച്ചിട്ടുണ്ടാവും. അത് ഒരു ഉച്ചയായാലും മൂക്കും കണ്ട് ചെരിഞ്ഞിട്ടുണ്ടാവും. അത് വൈകുന്നേരം ആയാലും ജീർണിച്ചത് കണ്ട് ചീഞ്ഞിട്ടുണ്ടാവും. അത് പിറ്റേന്ന് കണ്ണും കണ്ട് തക്കാളി മാതിരി വെച്ചിട്ടുണ്ടാവും. ചീഞ്ഞി ചോന്നിട്ട് തുടിച്ചിട്ട് 3-ാം ദിവസം ഈ തക്കാളിയായി പഴുത്തുക്കണ കണ്ണ് രണ്ടും ഉരുണ്ടും കിട്ട് വീടും. അതാണ് 3-ാം ദിവസം കണ്ണോക്ക് എന്ന് പറയുന്നത്. കണ്ണ് പോവുകയാണ്. മനസ്സിലായോ? ഞമ്മക്കത് അലുവ മുറിച്ചിന്ന് ചാടാനുള്ള ദിവസമാണ്. ഇവിടെ കണ്ണു പോവുക. കണ്ണ് രണ്ടു കെട്ട് പോയാലോ 2 ഗുഹയാണ്. പിന്നെ ഈ ഗുഹന്റെ ഉള്ളിൽ കൂടി പുഴുക്കൾ ഇങ്ങനെ കയറാണ്. ജനറേറ്ററിന്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? സദസ് എത്ര ശാന്തപ്പങ്ങളിന്റെ കൂടെ തന്നെ അങ്ങോട്ട് വന്നതാ. ഇനി ഒന്നാണ്ട് ഇറങ്ങി ചിന്തിച്ചു നോക്കാൻ. ആ കണ്ണ് പോണതും പുഴുക്കൾ കയറുന്നതും അപ്പൊ സുബി കളാവില്ല. ഇതൊന്നും അങ്ങനെ ഇരുന്നൊന്ന് ചിന്തിക്കും ചെറുപ്പക്കാരാ. ഈ മസിൽ പവർ കൊണ്ടുള്ള അഹങ്കാരം നാളെ മുതൽ ഉണ്ടാവില്ല. ഇതൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് അപ്പൊ ഞാൻ തോന്നുന്നത് ഒരു 15 എണ്ണത്തിനൊക്കെ പിടിച്ച് ശരിയാക്കാൻ പറ്റുന്നു. എവിടെ നടുമ്പുറത്തുനിന്ന് കിട്ടിയ 14 ദിവസം നീക്കൂല്ലേ? ഇങ്ങനത്തെ ഒരു ആരോഗ്യം ഇല്ലെന്നാ. അത് ആദ്യം മനഃശാസ്ത്രം ഒന്ന് പഠിച്ചാൽ മതി. ഈ പുടുത്തം പിടിച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ടൈറ്റുള്ള ബനിയൻ അങ്ങോട്ട് ഇടുക, എന്നിട്ട് അങ്ങോട്ട് കയറ്റിയേക്കുക. എന്തിനു മസിൽ കാണിച്ചാൽ? എന്നിട്ട് ഈ കണ്ണടക്കെ എടുത്തിട്ട് നെറുന്തലിൽ വെക്കുക. കാരണം ഇതിന്റെ ഉള്ളിൽ ആൾപ്പാർപ്പില്ല. ഇത് ഇവിടെ വെക്കാനുള്ള, ഇവിടെ വെക്കാനുള്ള, ഇത് ഇങ്ങോട്ട് വെക്കുക. എന്നിട്ടൊരു ചായ എടുത്തിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവനെ തീരെ അന്തല്ല, ഒരന്തല്ല. കാരണം അന്തള്ളോ അങ്ങനെ ഇരിക്കൂല. ഇതുകൊണ്ട് ജീവിതമായി എന്ന് മനസ്സിലാക്കല്ലേ. നാളെ മുതൽ ഈ ഇങ്ങനത്തെ വൃത്തിയോട് കാട്ടല്ലേ. മാന്യമാര് ആരോഗ്യം ഇങ്ങനെ കാണിച്ചെടുക്കൂല, സമയത്ത് എടുക്കുക ചെയ്യാം. ഇങ്ങനെ നിൽക്കുന്ന ആളെ പുറത്തൊന്ന് കൊടുത്താൽ 2 ദിവസം നീക്കുമല്ലോ. കാരണം ഇത് വെള്ളത്തിൽ പൊന്തിക്കണ കുമ്പളയാണ്. ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിവെക്കും. ഇത് ഉമ്മത്ത് മുഹമ്മദിന് ചേർന്നതല്ല. ഇത് ഉമ്മത്ത് മുഹമ്മദിന് ചേർന്ന് ഇങ്ങനെയൊന്നും കാണിച്ച് ഞങ്ങളൊന്നാരും പേടിപ്പിക്കുമല്ല. അങ്ങനെ കാണിച്ചിട്ട് മാന്യാണ്. തൊപ്പിട്
മോത്തക്കാൻ നോക്കുമ്പോ ഒരു അഡ്രസ് കൊണ്ടാ ചെയ്യും. ഈ താടി മീശ ഒന്നായിട്ട് ഇങ്ങനെ ബെഡ് എന്നിട്ട് നെരിയാണിക്ക് ഇപ്പോട്ട് തുണി എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇതും വെച്ചിട്ട് ഇങ്ങനെ കല്യാണത്തിന് പോയിട്ട് തട്ടിയിട്ട് ഏമ്പാക്കുമ്പോ ഈ സൽക്കാരം തെരഞ്ഞെടുക്കല്ലേ. മരിച്ചു പോണെന്നുള്ള ചിന്ത ഉണ്ടാവും. മരിച്ചു പോണെന്നുള്ള ഈ ആരോഗ്യം ബടായും അഹങ്കാരൊക്കെ ഇവിടെ ഒതുങ്ങുന്നതാണ്. അസറായിന്റെ മുമ്പിലൊന്നും വിലക്കൂല. ആ കിടത്തൊന്ന് ചിന്തിച്ചു നോക്കാൻ. ചിതലും പുഴേക്കളും താവളം പേരേറ്റുണ്ടത് സന്തോഷമാണവർക്ക് നീ ചൊല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരത്തിൽ നിന്നത്. ആ 7 ആളും മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പിന്നെ ഈ പാടി ഞാനും മരിക്കും, കേട്ടങ്ങളൊക്കെ മരിക്കും. ആ സമയത്ത് നമുക്ക് പുഴുക്കളും ചെതലും മണ്ണും ഒന്നും തിന്നാതെ ആ പെങ്ങള് കിടന്ന മാതിരി കിടക്കണം. ആ പെങ്ങളെങ്ങനെ കിടക്കാൻ കാരണം എന്താ അറിയോ? 5 വക്ത നിസ്കാരം കളാക്കൂല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി, ഇവിടെ എന്നോട് ബഹുമാനപ്പെട്ട വാപ്പുട്ടിക്ക് അദ്ദേഹത്തിന്റെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു, ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അള്ളാഹുവിற்கு മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി സദഖ കൊടുക്കല. മരിക്കണതിന് മുമ്പ് ശരീരത്തിലുള്ള പൊന്ന് മൊത്തം ഊരിയിട്ട് പള്ളിക്ക് കൊടുത്തു. അപ്പൊ കമ്മിറ്റിക്കാർ മുഴുവനും കൂടി വാങ്ങിയില്ല, കുറച്ച് വീട്ടുകാർക്ക് ബാക്കിയാക്കണം പറഞ്ഞു. ഇല്ല, ഇത് കബറിൽ എനിക്കൊന്ന് സുഖമായിട്ട് കിടക്കാൻ നിയത്ത് ചെയ്താണ്, വാങ്ങുന്ന വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചു. 27 കൊല്ലം കഴിഞ്ഞിട്ട് മൂടലൊന്ന് തട്ടി നോക്കുമ്പോ പരിശോധിച്ചല്ല, അവിടെ ഒരു സമ്പ്രദായമുണ്ട്. പുതിയ മയ്യത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പഴയത് മാന്തി വെക്കുന്ന സ്ഥലം. അതിനൊന്ന് പരിശോധിച്ചതാ. മൂടലിന്റെ ഇറക്കിയപ്പോഴേക്ക് അത്തറിന്റെ വാസന, തുണി വെള്ള കളറിൽ കാണുന്നത്. കാരണം എന്താ? സ്വതക്കയിൽ മുമ്പിലായിരുന്നു ആ പെങ്ങള്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളിത് കൊണ്ടുവച്ചതിന് പിറ്റേന്ന് അങ്ങോട്ട് ചെയ്യുക, പിന്നെ പുഴുക്കൾ അങ്ങോട്ട് കയറുക, പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ് തുറന്നു നോക്കി അങ്ങനെ ഒരു മനുഷ്യനാണ്ട് താത്തിച്ച് തന്നെ അറിയാതിരിക്കുക. എന്നിട്ട് പിന്നെ മനുഷ്യരെ അങ്ങോട്ട് തുറന്ന് നരകത്ത് കണ്ട് പോവുക. അങ്ങനൊന്നും ആവരുത്. നമുക്കും ആ കബറിന്റെ ഉള്ളിൽ തൊടാതെ, പുഴുക്കളും പാമ്പും തേളൊന്നും തൊടാതെ കുറെ കൂട്ടുകാരൊത്തിട്ട് ഒരു സ്വർഗീയ ഉദ്യാനമായിട്ട് കിടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ രോഗങ്ങൾ ശിഫാവുക, ദോഷങ്ങൾ പൊറുക്കുക, ഈമാനോടെ മരിക്കുക, ഇങ്ങനെ കിടക്കുക, സ്വർഗം കിട്ടുക എന്നാണ് നിയ്യത്തില്. മജ്ലിസിനൂർ പതിവായി കൊണ്ട് നടക്കുന്ന ആ സദസ്സിലേക്ക് വേണ്ടിയിട്ട്, ആ മാർബിളിലേക്ക് വേണ്ടിയിട്ട് 2 ആളുകൾ, ബഹുമാനപ്പെട്ട വാപ്പുട്ടിക്കും ബഹുമാനപ്പെട്ട അബൂബക്കറിക്കും, ഒരു സംഖ്യ എത്രയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി ബാക്കി നിങ്ങൾ എണീറ്റതിന്റെ ബാക്കി എത്രയെന്നൊരു കൃത്യം കിട്ടിയാലപ്പോ എനിക്ക് ഇവരോട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കിട്ടണില്ലല്ലോ. അതല്ല ഇതിന് ബഡ്ജറ്റ് എങ്ങനെയാന്ന് പറയണ്ട. സെക്രട്ടറി എവിടെ? ഇതിന്റെ ബഡ്ജറ്റ് അറിയാം ഞങ്ങൾക്ക്? വേറെ ആവശ്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ആയിക്കോട്ടെ, എന്നാ വേണ്ട, കിട്ടി. ഇവിടെ കിട്ടിയാൽ എന്തെങ്കിലുണ്ടോ? എന്തൊക്കെയാ? ഇതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വാപ്പുട്ടിക്ക് 5000 രൂപ, ഒരു സ്ത്രീ KT ബാപ്പുജി അല്ലേ, 5000 രൂപ, ഒരു സ്ത്രീ 5000 രൂപ, പി ആലിക്കോയ 3000 രൂപ, PK മുഹമ്മദ് ഫൈസി 1000 രൂപ. ഇങ്ങനെ കുറച്ച് ആളുകൾ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 2 സ്വർണത്തിന്റെ മോതിരം അല്ലേ, അള്ളാഹു കബൂലാക്കട്ടെ. ഇതാ പിടിച്ചോളി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒറ്റത് ചോദിക്കാം, 5000 രൂപ കിട്ടിയിട്ടുണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 4444 ആരെങ്കിലും തരും? ഒരു നാരിയ സലാത്ത് ലീറ്റ് അവർക്ക് വേണ്ടി തുറക്കാം. അൽഹംദുലില്ലാഹ് ഒരാള്. ഇനി ആരെങ്കിലും ഉണ്ടോ? 2 ആള്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അധ്യാപകന്മാർക്കുള്ള ശമ്പളമൊക്കെ ഇതിൽ പെടും. അപ്പൊ നല്ലോണം കൊടുക്കും. 2 ആൾക്കാര്. ഇനി ആരെങ്കിലും ഉണ്ടോ? 4403 ആള്. 4 ആള്. 4444 തരാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? 4 ആള്. പെണ്ണുങ്ങളെ എണീറ്റുന്നോളി, പങ്കെടുത്തോളി. ബദരീങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനുള്ളതാണ്, ഒരു തർക്കമില്ല. 4 ആള് 4454 എഴുതിക്കോളി. ഇനി ആരെങ്കിലും ഒന്ന് പറയോ? 4454 ആരെങ്കിലും ഒന്ന് പറയോ? ഒന്ന് പറയും. അള്ളാഹു തന്നത് അള്ളാഹ്ക്ക് വേണ്ടി തരും, അള്ളാഹ് പിന്നെയും തരും, അള്ളാഹ് കുറക്കൂല ഇൻഷാ അള്ളാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? 4444 ഒന്ന് തരാൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
അർഹമുർറാഹിമീനായ തമ്പുരാനെ, ഇവിടെ 5000 തന്നവരും 3000 തന്നവരും 2000 തന്നവരും സ്വർണമോതിരം തന്നവരും 1000-ൽ പങ്കെടുത്തവരും 4444 പറഞ്ഞവരും ഉള്ള സദസ്സാ ബദരീങ്ങൾ ഓർക്കുന്ന സദസ്സിന് വേണ്ടി സൗകര്യാർത്ഥം മാർബിളിന് വേണ്ടി ചോദിച്ചപ്പോഴും മുഅല്ലിമീങ്ങൾക്കും പള്ളി ജീവനക്കാർക്കുമുള്ള ശമ്പളത്തിലേക്കും ദീനിനു വേണ്ടിയുള്ള ഫണ്ടാ അതിലേക്ക് നീ നൽകിയത് 5000-ഉം 4000-ഉം അതിന്റെ മേലെയും കീഴെയുമായി തരാമെന്ന് പറഞ്ഞ ആണുങ്ങൾ പെണ്ണുങ്ങൾ പൊന്നൂരി തന്ന സഹോദരിമാർ നീ കബൂലാക്കണേ അല്ലാഹ്. തമ്പുരാനെ, അവർക്കും ഞങ്ങൾക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ദീനിനു വേണ്ടി ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോ മടിയില്ലാതെ തരുന്നവർക്ക് ഹലാലായ ദുനിയാവ് നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പോറ്റാൻ, ഞങ്ങളെ കുടുംബത്തെ സഹായിക്കാൻ, ഇൽമിന്റെ കേന്ദ്രങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഹലാലായ കാശ് ധാരാളം തരണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് അവരെയും ഞങ്ങളെയും ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ബദരീങ്ങളില്ലാരെ കൊണ്ടെങ്കിലും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇരുട്ട് ഗർഭിച്ചു വന്ന ഖബറിന്റെ ഉള്ളറയിലേക്ക് കേവലം തുണിപ്രശ്നത്തിലായി ഇറക്കപ്പെടുമ്പോ ഈ സദഖകളൊക്കെ സൗന്ദര്യമുള്ള രൂപങ്ങളായി നേരം പോക്കി ഞങ്ങൾക്ക് തരണമല്ല. അല്ലാഹുവേ, മഹാന്മാരായ സ്വഹാബാക്കളും വെച്ച് മുസ്തഫ നബിയുടെ ജിവാറിലായി ഇതിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗം തരണേ അല്ലാഹ്. ക്യാൻസറിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ നീ മിത്രങ്ങളാക്കി തരണേ അല്ലാഹ്. ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാഹ്. ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാഹ്. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അബൂബക്കർക്ക 5000, ബഹുമാനപ്പെട്ട ബാപ്പട്ടിക്ക് 10000. അല്ലാഹു കബൂലാക്കട്ടെ. ബഷീർ ഭായ് സദർ 4454. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പി കെ അലി 4454. പിന്നെ ഇത് ഗഫാർ 4454. ഹസൈനാർ 4454. അല്ലാഹു കബൂലാക്കട്ടെ. പെങ്ങന്മാരെ പറയും. പെരിഞ്ചേരി മൊയ്തീൻകുട്ടി 3000. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ 4000 തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല 4454. ഞാൻ പെട്ടെന്ന് പോകുന്നു, സമയമില്ലാത്തത് 10 വെറുതെ ചൊറിയാൻ വേണ്ടി കൈവന്തി കണ്ട ഞാൻ ഇവിടെ നമ്പറിൽ കൊടുക്കും. അപ്പൊ എല്ലാരും കൈയൊക്കെ താത്തിച്ചാൽ അറിയുന്നു ഉണ്ടോ? 2000. അല്ലാഹു കബൂലാക്കട്ടെ. നീ ഏതായാലും അദ്ദേഹം തുടങ്ങി. 2000-നെ പറ്റുന്നവരൊക്കെ പറഞ്ഞാണ്. ദുനിയാവ് ആഖിറത്ത് രക്ഷപ്പെട്ട ബദരീങ്ങൾക്ക് വേണ്ടി 2000 തരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറയും. 1 3000 2000 1 2 പറയും. 2000-നെ പറ്റുന്നവർ എണീപ്പിക്കും. 3 പറയും 3 4 5 2000-ന് പറ്റുന്നവർ എണീപ്പിക്കും. 5 6 പറയും 6 7 8 പറയും. 2000-ന് പറ്റുന്നവർ എണീപ്പിക്കും. 8. ഇനി ആരെങ്കിലും ഉണ്ടോ 2000 തരാൻ പറ്റുന്നവര്? പെണ്ണുങ്ങളെ ഒന്ന് പറയും. ആണുങ്ങൾ വാല് കേൾക്കുന്നുണ്ട്, സദക്കയിൽ മുൻകടക്കുന്നുണ്ട്. നമുക്ക് പള്ളിയിൽ ഏതായാലും പോകാൻ പറ്റില്ല പെണ്ണുങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ സദക്കയിൽ അവരെ ഓവർടേക്ക് ചെയ്യും. 2000 തരാൻ പറ്റുന്നവരെ എണീറ്റിക്കും. ദുന്യാവും ആഖിറവും രക്ഷപ്പെടണം. പഠിച്ചവനെ ബദരീങ്ങളുടെ പേരിൽ ഞാൻ കൊടുക്കണം. വെറുതെ ആവൂല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കിട്ടാനുള്ള അതിലപ്പുറം കിട്ടും. ആഖിറവും വിളിച്ചാവും. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു 8 ആളായി. ഇനി ആരെങ്കിലും ഉണ്ടോ 2000-ന് പറ്റുന്നത്? പെണ്ണുങ്ങൾ എത്ര ആളായി? വേം പറയും. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായേ. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായേ. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. അടിതെറ്റിക്കും ഇബ്ലീസ്
അടിച്ചിറക്കും നോട്ടീസ്, അടിതെറ്റിക്കും ഇബ്ലീസ്. അടിച്ചിറക്കും നോട്ടീസ്, അത് വായിച്ച് പഠിച്ച് ജനിച്ചാൽ പിന്നെ അതാണ് കുലുമാലാപ്പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരമാവേ. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. നമ്മളീ പറഞ്ഞ വിഷയത്തിന്റെ പാട്ട് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. മുഴുവൻ കൂടി പാടാൻ സമയമില്ല, അതുകൊണ്ട് നല്ല പാട്ടാണ് ആക്കാൻ. ബാക്കി നിങ്ങൾ പാടണ്ട. തേനുണ്ടോ? ആയിക്കോട്ടെ. അപ്പൊ ഇനി 8 ആള് പാണുങ്ങൾ. ഇനി വേറെ ആരും ഇല്ലേ? വേറെ ആരെയും കൂടിയോ? 8 2 കയ്യോടെ പൊന്നിച്ചിട്ടുണ്ട്. ഇവിടെ വടകര അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടായി പറയുന്നത്. വടകര ഞാൻ തമാശയിട്ട് എന്നോട് നിങ്ങളിന്ന് അതിന് പിരിക്കണ്ടായിരുന്നു. കാരണം ഇന്നലെ കെബീർ വാക്ക് അത് ഒരു രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് അപ്പൊ അവിടെ ഒരു 10 ലക്ഷം ഉറുപ്പിയോളം കുറച്ച് മുമ്പ് 2 ആഴ്ച ആയിട്ടുള്ളൂ, 2-3 ആഴ്ച ആയി. കുറച്ച് മുമ്പ് അവിടെ പിരിക്കാൻ പോയപ്പോ ഒരു 10-15 ലക്ഷം ഉറുപ്പിക അവിടെ കിട്ടേണ്ട ആവശ്യമുണ്ട്. അതില് ആദ്യം ഒരാൾ സ്വകാര്യ 1 ലക്ഷം ഉറുപ്പിക പേര് എഴുതിയിട്ടില്ല. അപ്പൊ വാക്കവി അങ്ങോട്ട് തോർന്നു, പഠിച്ചവനെ ആ 1 ലക്ഷം എഴുതിയ ആളെ പേര് പോലും എഴുതിയിട്ടില്ല ഈ സദസ്സിലുണ്ട്, നീ കബൂലാക്കണേ അല്ലാ. പേര് പറയാത്ത ഒരുത്തനാണ് ഈ നാട്ടിൽ നിന്ന് 1 ലക്ഷം എഴുതിയത്, കല്ലുണ്ടാക്ക. പക്ഷെ അദ്ദേഹത്തെ അറിയുന്നനാഥ, നീ കബൂലാക്കണേ അല്ലാ. അപ്പൊ ഇയാൾ മുമ്പിലുണ്ട്. ഇയാൾക്ക് തോന്നി അങ്ങനെ തീരെ പേരറിയാതിരുന്ന മോശമല്ലേ, മൂപ്പര് നീച്ചു നിന്നിട്ട് ഇങ്ങനെ ആക്കി, ഞാൻ അതിന്റെ ആള്. അപ്പൊ വാക്കവി പറഞ്ഞു, 1 ലക്ഷമല്ല 5 ആണ് പോ. 1 ലക്ഷം എഴുതിയ ചെറുപ്പക്കാരൻ 5 ലക്ഷം തരാമെന്ന് പറഞ്ഞിരിക്കുന്നു റബ്ബേ. ഇത് സദസ്സിന്റെ ബറക്കത്താണ് അല്ലാ. അതുകൊണ്ട് അത് ഇയാളങ്ങോട്ട് പൊരിഞ്ഞ ദുആ. അപ്പൊ ഇയാൾക്ക് ബേജാറായി. ഇയാള് ഞാൻ 5 ലക്ഷം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി. 10 ആണ് മാഷാ അല്ലാ. എത്ര മിനിറ്റ് കൊണ്ടാ ലക്ഷം? ലാസ്റ്റ് ആ സാധു 10 കൊടുത്തെന്ന് പറഞ്ഞു. മുപ്പര് പറഞ്ഞാല 1/2 മണിക്കൂറോളം എനിക്ക് വേണ്ടി പൊരിഞ്ഞു ദ്വാരണ കുടുങ്ങി, അല്ലാതെ എന്താ കാട്ടുകയാണ്. അപ്പൊ നിങ്ങൾ വെറുതെ കൈ പൊന്തിക്കാൻ നിൽക്കണ്ട, കുടുങ്ങാൻ നിൽക്കണ്ട. ഇനി ആരെങ്കിലും ഉണ്ടോ 2000-ന്? മുറാദുകൾ ഹാസിലാവാനും അസുഖങ്ങൾ ശിഫാവാനും സന്താന ഭാഗ്യം ലഭിക്കാനും അൽഹംദുലില്ലാഹ്. ഞാൻ വിട്ടുപോയതാണത്. ബഹുമാനപ്പെട്ട നാട്ടികസ്ഥായിന്റെ 14ാം ആണ്ട് നേർച്ചയാണ് ഇന്ന്. ഇന്ന് എന്നുള്ള ദിവസം കണ്ട് മറന്നുപോയതാണ്. ജാടയില്ലാതെ, എന്നാൽ നാട്യഗുസ്താന് സമാനമായ സരള സുന്ദരമായ ശൈലിയിൽ ചുരുക്കം വാക്കുകളിൽ ഗംഭീരമായ പ്രവിശാലമായ ആശയങ്ങൾ കൈമാറിയ ഒരാള് അതിന് ശേഷമുണ്ടായിട്ടില്ല എന്നത് അവിതർക്കിതമാണ്. മുമ്പുണ്ടായിട്ടുണ്ടാവാം. ഒരു ജാടയില്ലാത്തൊരു മനുഷ്യൻ. ചിലപ്പം പൊളിഞ്ഞ തൊപ്പി, മുഷിഞ്ഞ കുപ്പായം, പൊളിഞ്ഞ ജീപ്പ്, ഇതിലിങ്ങനെ വരണേണ്ടാ തോന്നുന്നു. സ്റ്റേജിൽ ഇറക്കാൻ പറ്റില്ലല്ലോ. നല്ല വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ല, ഉസ്താനൊക്കെ മതി. ഉസ്താദ് അങ്ങോട്ട് വന്നിട്ട് മൈക്കങ്ങോട്ട് തുറന്നിട്ട് പ്രസംഗിക്കാൻ തോന്നി നമുക്ക് തോന്നും പൊന്നിന്റെ കൊട്ടാരം ഉണ്ടായി കൊടുക്കണം. ആ അത്ര വലിയ ഗഹനമായ ഇൽമിന്റെ ഉടമ. അള്ളാഹുവെ വലിയ വറവും വലിയ ഫിഖും വലിയ ഖലാസും ഒക്കെ ഉള്ള ആളാണ്. ജീവിതകാലം നാട്യവസ്ഥ ഒരിക്കലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എതിരാളികൾക്ക് പോലും ഉറക്കം നഷ്ടപ്പെടുകയാണ്. കാരണം നാട്യവസ്ഥയുടെ വായങ്ങട്ട് തുറന്നാൽ അത് എതിരാളികളെ മർമ്മം നോക്കി വെടിവെക്കുന്ന ഉണ്ടകളായിരിക്കും. എന്നാൽ ആഭാസം ഒന്നും ഉണ്ടാവില്ല, ഒഴിവാക്കാൻ ഒരൊറ്റ അക്ഷരം ഉണ്ടാവില്ല. അതിബുദ്ധികൂർമ്മതയിൽ കൂർത്ത വാക്കുകളുടെ മുനമ്പുകൾ അത് എതിരാളികളുടെ ആദർശങ്ങളിൽ പോയി തട്ടുമ്പോൾ അവരുടെ കോട്ടകൾ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോവുകയാണ്. അങ്ങനെ ജീവിതം മുഴുവനും ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച് രാപ്പകൽ ഭേദമന്യ സമസ്തയ്ക്ക് കീഴിൽ ഹക്കായ സുന്നത്തമാത്തിന്റെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട മഹാനായ ജാടയില്ലാത്ത നിഷ്കളങ്കനായ മഹാമനീഷി അള്ളാഹുവെ ഉസ്താദിനെ നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ അവരൊരുപാട് വെളിച്ചം വിതറിയതിന്റെ സൗഭാഗ്യം പോറ്റി അത് കൊണ്ട് നടക്കുന്ന ആളുകൾ മാത്രമാണ് ഞങ്ങൾ. അതുകൊണ്ട് അവരുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. അള്ളാഹുവെ ആ ജാടയില്ലാത്ത മനുഷ്യന്റെ ജാടയില്ലാത്ത ഖൽബ് ഞങ്ങൾക്ക് തരണേ അല്ലാ.
അള്ളാഹുവെ അവർക്ക് ഒരുപാട് തേഞ്ഞു പോയ ചെരുപ്പിട്ട് കിലോമീറ്റർ നടന്നിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. അള്ളാഹുവെ അവർക്ക് നീ ഖബർ വെളിച്ചത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.